أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ ഒത്തുകൂടൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ധാരാളം സഹോദരന്മാർ പ്രത്യേകമായ പല ആവശ്യങ്ങൾക്കും ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി പ്രയാസങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടുകയും ഇതിനുവേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും സഹായിക്കുകയും ചെയ്ത ധാരാളം ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ഈ മഹത്തായ വേദിയിലും നമ്മുടെ ഈ സദസ്സിലും ധാരാളം പണ്ഡിതന്മാരും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പ്രവർത്തകരുമുണ്ട്. അതിനു പുറമെ നമ്മുടെ ഈ പരിപാടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴിലുള്ള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ നേതൃത്വത്തിൽ ലോകത്തിന്റെ അഷ്ടദിക്കിലുമുള്ള ആളുകൾ ആ സംവിധാനത്തിലൂടെ ഈ പരിപാടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഖിദ്മത്തുകളെ സ്വീകരിക്കട്ടെ. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അവർകളുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MP അബൂബക്കർ ബാരിയുടെയും ആദർശ വിശദീകരണ പ്രഭാഷണങ്ങൾ നടക്കാനുണ്ട്. ഏൽപ്പിക്കപ്പെട്ട കാര്യം ഏതാനും വാക്കുകളെ കൊണ്ട് ചുരുങ്ങിയ സമയങ്ങളിലായി നിർവഹിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആമുഖമായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ, സമസ്തയുടെ പ്രവർത്തകർ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരെ ആക്ഷേപിക്കലോ അവരെ കുറച്ചു കാണിക്കലോ പ്രയാസപ്പെടുത്തലോ പരിഹസിക്കലോ നമ്മുടെ ലക്ഷ്യമല്ല. അങ്ങനെയുള്ള അജണ്ട ഒരിക്കലും സമസ്തയ്ക്കില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ രൂപീകരണ പശ്ചാത്തലം തന്നെ നാം ചിന്തിക്കുമ്പോൾ പരിശുദ്ധമായ ദീനിനെ മറ്റു ചില രൂപങ്ങളിൽ പാവപ്പെട്ട സഹോദരന്മാർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയും സത്യദീനിനെ ശരിയായ മാർഗത്തിലല്ലാതെ ആളുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. സമസ്ത അതിന്റെ ദൗത്യം ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധമായ സത്യദീനിന്റെ വിശ്വാസങ്ങൾക്കും പ്രമാണങ്ങൾക്കും എതിരായി ഏതെങ്കിലും സംഘടനകളോ പ്രസ്ഥാനങ്ങളോ വിഭാഗങ്ങളോ രംഗത്ത് വരികയും പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെയും അതുപോലെ തന്നെ കർമ്മങ്ങളെയും മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ തീർച്ചയായും പണ്ഡിത ധർമ്മം നിർവഹിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രവർത്തനങ്ങൾ എന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇവിടെയും ഈ ആദർശ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നൂർ ഷാ തരീഖത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആശയപരമായി വിയോജിപ്പുള്ള ഒരു പ്രസ്ഥാനമാണ്. എന്താണ് നൂർ ഷാ തരീഖത്തുമായി കൊണ്ട് സമസ്തയ്ക്ക് വിയോജിക്കാനുണ്ടായ കാരണം? നൂർ ഷാ തരീഖത്ത് ശരിയല്ല എന്ന് സമസ്തയുടെ മഹാന്മാരായ ആലിമീങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു? സാധാരണക്കാരായ ആളുകളോട് ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെടരുത്, അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് സമസ്ത പറഞ്ഞെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ പശ്ചാത്തലം? എന്താണിതിന്റെ കാരണം? ഇത്
ബഹുമാന്യരായ മുഅ്മിനീങ്ങൾക്ക് മുന്നിൽ, വിശ്വാസികൾക്ക് മുന്നിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പരിപൂർണമായ മാന്യതകളും മര്യാദകളും പാലിച്ചുകൊണ്ട് വിശദീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കീഴ്ശ്ശേരി അങ്ങാടിയിൽ തന്നെ വെച്ചുകൊണ്ട്, ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് നൂർഷാ തരീഖത്തിനെ കുറിച്ചും അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചും ക്ലാസ് ഉണ്ടായിരുന്നു. ധാരാളം ആളുകൾ ആ ക്ലാസ്സിൽ പങ്കെടുത്തു. ആ ക്ലാസ്സിന് ശേഷം ഈ രണ്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയ നിവാരണത്തിന് നാം വിശാലമായ അവസരവും സംഘടിപ്പിച്ചിരുന്നു. അൽഹംദുലില്ലാഹ്, ധാരാളം സഹോദരന്മാർ ആ അവസരം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി നൂർഷാ തരീഖത്തിനെ കുറിച്ച് അവർക്കുള്ള സംശയങ്ങൾ ചോദിച്ചു. സമസ്തയുടെ നിലപാട് കൃത്യമായി വിശദീകരിക്കപ്പെട്ടു. അതെ, അതിന്റെ തുടർച്ചയാണ് ഈ പരിപാടി ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാമിന്റെ സമ്പൂർണതയുടെ 3 ഭാഗങ്ങളാണ് ശരീഅത്തും തരീഖത്തും ഹഖീഖത്തും. പരിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയുന്നുണ്ട്. ഖദ് ജാഅകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിലൂടെ അല്ലാഹു പറഞ്ഞ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഖദ് ജാഅകും മൗഇദത്തും മിർ റബ്ബിക്കും, ഈ മൗഇദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ശരീഅത്താകുന്നു എന്നും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങൾക്ക് ശിഫയുണ്ടാകും, ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ ശിഫ കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് തരീഖത്താണെന്നും വഹുദൻ വറഹ്മത്തുൽ മുഅ്മിനീൻ എന്ന ആയത്തിന്റെ ബാക്കി ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇസ്ലാമിന്റെ സമ്പൂർണ്ണതയുടെ ഭാഗമാകുന്ന ഹഖീഖത്താകുന്നു എന്നും പൂർവ്വകാല ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതൊരിക്കലും തരീഖത്തിനെതിരല്ല. മാത്രമല്ല, തരീഖത്തുകളെയും മശായിഖുമാരെയും ചോദ്യം ചെയ്തുകൊണ്ട് തരീഖത്തുകൾ ഇസ്ലാമിന് അന്യമാണ്, തരീഖത്തുകൾ ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ്, തരീഖത്തിന്റെ മഹാന്മാരായ ശൈഖുമാർ അവർ ഇസ്ലാമിൽ അന്യമാണ്, അവർ പുരോഹിതന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരീഖത്തിനെയും തരീഖത്തിന്റെ മശായിഖുമാരെയും കുറച്ചു കാണിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഇവിടെയുള്ള വഹാബികളും മൗദൂദികളും കടന്നു വന്നപ്പോ തരീഖത്തുകളെ സംരക്ഷിക്കാനും തരീഖത്തിന്റെ മശായിഖുമാർ മഹാന്മാരാണെന്ന് സമൂഹത്തിന് പറഞ്ഞുകൊടുക്കാനും വഹാബികളുടെയും മൗദൂദികളുടെയും അതുപോലെയുള്ള വ്യതിയാന കക്ഷികളുടെയും ആരോപണങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരിക്കലും സമസ്ത തരീഖത്തിനെതിരല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തരീഖത്തിന്റെ മശായിഖുമാർക്കെതിരല്ല. നിങ്ങൾക്കറിയുമോ, സമസ്തയുടെ ഏറ്റവും ശ്രദ്ധേയമായൊരു സമ്മേളനം 1933 ഫറോക്കിൽ വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. ആ ഫറോക്കിൽ വെച്ചുകൊണ്ട് നടന്ന സമ്മേളനത്തിൽ വളരെ പ്രസിദ്ധമായൊരു പ്രമേയം മഹാന്മാരായ ആലിമീങ്ങൾ ആ സമ്മേളനത്തിൽ പാസാക്കി. ആ പ്രമേയം അവതരിപ്പിച്ചപ്പോ ആ പ്രമേയത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ധാരാളം വിഷയങ്ങളുണ്ടായിരുന്നു. നാം ആലോചിക്കണം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമയയുടെ മുന്നിലുള്ള സമയങ്ങൾ ഏറെ ശരിയായ ഖാദിരിയ തരീഖത്തും അതുപോലെ തന്നെ ചിശ്തിയ തരീഖത്തും ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്നുള്ളതായിരുന്നു ആ പ്രമേയത്തിന്റെ ഒരു ഭാഗത്തിന്റെ ചുരുക്കം. പല ആളുകളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സമസ്ത തരീഖത്തിനെതിരാണ് എന്ന്. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെക്കുറിച്ച് ആരെങ്കിലും വിമർശിക്കുന്നെങ്കിൽ, ആക്ഷേപിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരോട് ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടുകൂടി പറയാനുള്ളത്, നിങ്ങൾ സമസ്തയുടെ ചരിത്രം പഠിക്കണം, നിങ്ങൾ മഹാന്മാരായ ആലിമീങ്ങളെ മനസ്സിലാക്കണം. സമസ്തയുടെ മഹാന്മാരായ നേതാക്കൾ അവർ തരീഖത്തുള്ളവരായിരുന്നു, അവർ തരീഖത്തിന്റെ മശായിഖുമാരായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നൂർഷാ തരീഖത്തിനെ കുറിച്ചാണ്. നൂർഷാ തരീഖത്തിനെ കുറിച്ച് പ്രത്യേകമായി കൊണ്ട് ചർച്ച ചെയ്യാനുണ്ടായ കാരണം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ആലോചിക്കുക. നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട പാവങ്ങളായ സത്യവിശ്വാസികളാകുന്ന അള്ളാഹുവിന്റെ പക്കൽ നിന്ന് എങ്ങനെയെങ്കിലും സ്വർഗം കരസ്ഥമാക്കണം, അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും വേണമെന്ന് ആഗ്രഹിക്കുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങൾ, അവർ പാവങ്ങളാ, സാധുക്കളാ. അവർക്കൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ആഖിറം രക്ഷപ്പെടണം. ഇതിലപ്പുറം ഒരാഗ്രഹം, ഒരു താല്പര്യം അവർക്കില്ല.
പക്ഷേ അവരുടെ ആഗ്രഹം നാം പരിശോധിക്കുമ്പോ വളരെ ക്ലിയറാണെങ്കിലും ഏതാണ് ഹക്കിന്റെ മാർഗം, ഏതാണ് ബാത്തിലിന്റെ മാർഗമെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള വേണ്ടത്ര വിവരമില്ലാത്തവരാണ്. അവരെ കുറ്റപ്പെടുത്തുകയല്ല. അവർക്ക് ധാരാളമായി കൊണ്ട് ദർസുകളിലും അറബിക് കോളേജുകളിലും പഠിച്ചുകൊണ്ട് ധാരാളമായി കൊണ്ട് കിതാബുകൾ മനസ്സിലാക്കാനും ശരീഅത്തിന്റെ നിയമങ്ങളെ ഏതാണ് ശരി ഏതാണ് തെറ്റി എന്ന് കൃത്യമായി കൊണ്ട് അളന്നു മുറിച്ച് മനസ്സിലാക്കുവാനും മഹാന്മാരായ അവർ വളരെ കുറച്ചു മാത്രമേ പഠിച്ചിട്ടുള്ളൂ. മദ്രസയിൽ 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ അതല്ലെങ്കിൽ 7ാം ക്ലാസ്സോ ഇങ്ങനെ വളരെ ചുരുങ്ങിയ വിവരം മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർക്കുള്ള വിവരത്തേക്കാൾ കൂടുതൽ അവർക്ക് ആഖിറത്തിൽ താൽപര്യമുണ്ട്. അവർക്ക് ആഖിറത്തിൽ താൽപര്യമുണ്ട്. ഇവിടെ ഒരാളും നരകത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരാളും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കണം, മാറിക്കൊണ്ട് ജീവിക്കണം ഒരാളും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് സത്യമാർഗത്തിൽ ജീവിച്ചുകൊണ്ട് പരിപൂർണ്ണ ഈമാനോടുകൂടി മരണപ്പെട്ട് അല്ലാഹുവിന്റെ നരകത്തിൽ രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലെത്തണം. ഈ താൽപര്യമാണ് എല്ലാവർക്കും ഉള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെയാണ് ഇങ്ങനെയുള്ള ബാത്തിലായ ഒരിക്കലും നിന്ന് അംഗീകരിക്കാൻ പറ്റാത്ത പഴച്ച തെറിയപ്പെട്ട പ്രസ്ഥാനങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് ഭീഷണിയായി കൊണ്ടുവരുന്നത്. നൂർ ഷാ തരീഖത്തുകാരെ കുറിച്ച് പറയുമ്പോ, നൂർ ഷാ തരീഖത്തുകാർ അവരുടെ വേഷങ്ങൾ കാണുമ്പോ, അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോ, അവരുടെ പെരുമാറ്റങ്ങൾ കാണുമ്പോ, അവരുടെ തർബിയത്ത് ക്യാമ്പുകൾ, ആ ക്യാമ്പുകൾ വീക്ഷിക്കുമ്പോ വിവരമില്ലാത്ത ആഖിറത്തിൽ കൊതിയുള്ള സാധാരണക്കാരായ ആളുകൾ കരുതും, അല്ലാഹുവേ ഇത് തന്നെയാണല്ലോ ആഖിറ രക്ഷപ്പെടാനുള്ള മാർഗം. ഈ മാർഗത്തിലൂടെ ഈ തരീഖത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഇവരുടെ പിന്നാലെ പോയാൽ സ്വർഗം ലഭിക്കുമല്ലോ. കാരണം അവർ അല്ലാഹുവിനെ കുറിച്ചാ പറയുന്നത്, അല്ലാഹുവിനെ കുറിച്ചാ പറയുന്നത്, അല്ലാഹുവിന്റെ മഅരിഫത്തിനെ കുറിച്ചാ പറയുന്നത്. അവർക്ക് നല്ല വേഷമുണ്ട്, ധാരാളം ദിക്റുകളും ദിക്ർ ഹൽഖകളും തർബിയത്ത് ക്യാമ്പുകളുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോ യഥാർത്ഥത്തിൽ ഇതിന്റെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആഖിറത്തിനെ കൊതിയുള്ള പാവപ്പെട്ട ആളുകൾ ഇത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആഖിറം രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളിൽ തരീഖത്തുകളിൽ ചേരും. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നാം ആലോചിക്കണം, 1950കളിലാണ് നൂർ ഷാ തരീഖത്തിന്റെ സ്ഥാപകൻ നൂർ ഷാ തങ്ങൾ ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലെത്തുന്നത്. സുദീർഘമായ സംഭവങ്ങളാണ് അതൊക്കെ. വളരെ വിശാലമായി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. 1950കളിൽ നൂർ ഷാ തങ്ങൾ ഹൈദരാബാദിൽ നിന്ന് ആദ്യമായി കൊണ്ട് കേരളത്തിൽ വന്നപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം മനസ്സിലാക്കണം, ഈ തരീഖത്തിന്റെ ഉള്ളുകള്ളികൾ എന്താണെന്ന് കൃത്യമായി കൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ആലിമീങ്ങൾ പോലും ഈ ശൈഖ് നല്ല ശൈഖാണ്, ഈ പ്രസ്ഥാനം നല്ല പ്രസ്ഥാനമാണ്, ഈ തരീഖത്ത് ശരിയായ തരീഖത്താണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നമ്മുടെ ആലിമീങ്ങൾക്ക് പോലും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണക്കാരായ ആളുകളുടെ കാര്യം പറയാനില്ലല്ലോ. പക്ഷെ ആലിമീങ്ങൾ ഈ ശൈഖിനെ കുറിച്ചും തരീഖത്തിനെ കുറിച്ചും അതിന്റെ ഉള്ളുകള്ളികളെക്കുറിച്ചും കൃത്യമായി കൊണ്ട് മനസ്സിലാക്കിയപ്പോ പിന്നീട് അവർ ഒരിക്കലും ശങ്കിച്ചൊന്നുമില്ല. പണ്ഡിത ധർമ്മം അവർ പരിപൂർണമായി നിർവഹിച്ചു. ആ നിർവഹിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് 1974 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൂർ ഷാ തരീഖത്തിനെ കുറിച്ച് തീരുമാനം പറഞ്ഞു. അത് പഴച്ച തരീഖത്താണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ പേരാ റളിയല്ലാഹു അൻഹു, അവരുടെ പേരാ അവർ പറയുന്നത്. ഖാദിരി തരീഖത്ത് എന്നാ പറയുന്നത്, ചിശ്തി തരീഖത്ത് എന്നാ പറയുന്നത്. മഹാനായ അജ്മീർ ശൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പേരാ പറയുന്നത്. പക്ഷേ ഒരു തരീഖത്തിന്റെ ശൈഖിനുണ്ടാവേണ്ടുന്ന യോഗ്യത എന്തൊക്കെയാണ്? പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു തരീഖത്തിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്? ഈ യോഗ്യതകളൊന്നും ശൈഖിനും തരീഖത്തിനുമില്ല. മാത്രമല്ല, ഒരിക്കലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റാത്ത ഗുരുതരമായ അപകടങ്ങൾ ആ തരീഖത്തിന്റെ ഉള്ളിലുണ്ടെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ മനസ്സിലാക്കുകയും അതുവരെ കൂടെ കൊണ്ട് നടന്നിരുന്ന, അതല്ലെങ്കിൽ അവരുടെ സ്റ്റേജുകളിൽ പങ്കെടുത്തിരുന്ന ആ തരീഖത്തിന്റെ ശൈഖിനെയും അതുപോലെ തന്നെ തരീഖത്തിനെ കുറിച്ചും കേരളത്തിലെ സാധാരണക്കാരായ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഇത് ആഖിറ രക്ഷപ്പെടാനുള്ള മാർഗമല്ല. ഒരുപക്ഷെ കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും.
അതുകൊണ്ട് തരീഖത്തിൽ നിങ്ങൾ വിട്ടുനിൽക്കണം. ഇതേ ദൗത്യം തന്നെയാണ് ഈ കീഴ്ശൂരിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ എളിയ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തരീഖത്ത് കാണുമ്പോൾ, അതിന്റെ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുമ്പോൾ ഇത് നല്ല പ്രസ്ഥാനമാണെന്ന് തോന്നിപ്പോകും. പക്ഷേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിന്റെ ഉള്ളിൽ ഗുരുതരമായ അപാകതകളും പാകപ്പിഴവുകളുമുണ്ട്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നൂർ ഷാ തരീഖത്തിന്റെ അപാകതകൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ പറയാം. കൃത്യമായിട്ടൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിലും നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ സഹോദരന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, ആഖിറം രക്ഷപ്പെടുന്ന താല്പര്യമുള്ളവർ, അവരും ഒരുപക്ഷെ ധാരാളം വർഷങ്ങളായിക്കൊണ്ട് ആ തരീഖത്തിന്റെ പിന്നാലെ പോകുന്നവരാകും. ധാരാളം വർഷങ്ങളായിക്കൊണ്ട് ആ തരീഖത്തിൽ കൂടിയവരാകും. ഈ പ്രഭാഷണം കേൾക്കുന്ന, വിശദീകരണം കേൾക്കുമ്പോ അവരിങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് നിൽക്കും. പടച്ചോനെ, ഞാൻ ഒരുപാട് വർഷമായല്ലോ ഇതിൽ കൂടിയിട്ട്, ഒരുപാട് വർഷമായല്ലോ ഞാൻ ഇതിന്റെ കൂടെ കൂടിയിട്ട്. ഈ ഉസ്താദ് പറയുന്നത് പോലെ, അതല്ലെങ്കിൽ സമസ്തക്കാർ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങളോടാരും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഒരുപാട് തർബിയത്ത് ക്യാമ്പുകളിൽ പങ്കെടുത്തു, ഒരുപാട് തഅലീം സദസ്സുകളിൽ ഞങ്ങൾ പങ്കെടുത്തു. പക്ഷെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഞങ്ങളോടാരും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാർ ഒരുപക്ഷെ ശൈലിച്ചേക്കാം. സഹോദരന്മാരെ, നിങ്ങളെ ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. നിങ്ങൾ ആക്ഷേപിക്കുക എന്നുള്ളത് ഒരിക്കലും ഞങ്ങളുടെ അജണ്ട, എന്റെ ദൗത്യമല്ല. പക്ഷേ സത്യം പറഞ്ഞു തരിക, അത് ഞങ്ങളുടെ നിർബന്ധമായ ബാധ്യതയാണ്. നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ സ്വീകരിക്കണം. വളരെ താല്പര്യത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുകയാണ്. ഒരു തരീഖത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോ, ഒരു ശൈഖിനെ കുറിച്ച് പഠിക്കുമ്പോ കേവലം തഅലീം സദസ്സുകളല്ല അതിന്റെ മാനദണ്ഡം. ഒരു തരീഖത്ത് തെറ്റോ ശരിയോ ഇത് വിലയിരുത്തുമ്പോ കേവലം തർബിയത്ത് ക്യാമ്പുകളല്ല മാനദണ്ഡം. തരീഖത്തിനെ കുറിച്ച് അധികമൊന്നും അറിയാത്ത ഖലീഫമാർ എന്തൊക്കെ പറഞ്ഞു, ഇതല്ല ഒരു തരീഖത്തിനെ കുറിച്ചും ശൈഖിനെ കുറിച്ചും മനസ്സിലാക്കാനുള്ള മാനദണ്ഡം. ആ ശൈഖ് ഔദ്യോഗികമായി രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ടാകും, ആ തരീഖത്തിന്റെ പ്രസിദ്ധീകരണങ്ങളുണ്ടാകും. ആ ശൈഖിന്റെ ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരണങ്ങളുമാണ് ശൈഖ് എവിടെ നിൽക്കുന്നു, തരീഖത്തിന്റെ നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഔദ്യോഗികമായ മാർഗം, ശരിയായ മാർഗം ശൈഖിന്റെ ഗ്രന്ഥങ്ങളാണ്, തരീഖത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. ആ പ്രസിദ്ധീകരണങ്ങൾ വഴി, ഈ ശൈഖിന്റെ ഗ്രന്ഥങ്ങൾ വഴി ഈ ശൈഖ് എവിടെ നിൽക്കുന്നു, ഈ തരീഖത്തിന്റെ നിലപാട് എന്താകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാൻ സമയമില്ല, ധാരാളം വിഷയങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. നൂർ ഷാ തരീഖത്തിനെ കുറിച്ച് പറയുമ്പോ, നൂർ ഷാ തരീഖത്തിന്റെ സ്ഥാപകനാകുന്ന നൂർ ഷാ തങ്ങൾ അദ്ദേഹം കാമിലും മുറബ്ബിയുമാണ് എന്നാണ് നൂർ ഷക്കാരുടെ വാദം. കാമിലായ ശൈഖാണ് അദ്ദേഹം, മുറബ്ബിയായ ശൈഖാണ്. ഇത് കേരള സിൽസില നൂരിയ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അൽ ബുർഹാൻ എന്ന പുസ്തകമാണ്. കൂട്ടത്തിലൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ വിശദീകരിക്കപ്പെടുന്ന കാര്യങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഈ വേദിയുമായി കൊണ്ട് സമീപിക്കാം, ഞാനുമായി സമീപിക്കാം. ഇത് ഹക്കിന്റെ മാർഗമാണ്, ഇത് ആഖിറത്തിന്റെ കാര്യമാണ്. ഇത് സംഘടനാ പ്രശ്നമായിക്കൊണ്ട് ആരും മനസ്സിലാക്കരുത്, ഇത് സംഘടനാ വിഷയമായിക്കൊണ്ട് ആരും മനസ്സിലാക്കരുത്. ഇത് ആഖിറത്തിന്റെ കാര്യമാണ്. ആ ചിന്തയോടുകൂടി തന്നെയാണ് ഇതിന്റെ പ്രവർത്തകർ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്, ഈ വിശദീകരണം ഇവിടെ നടക്കുന്നത്. കാമിലും മുറബ്ബിയുമാണ് എന്നാണ് നൂർ ഷാ തങ്ങളെക്കുറിച്ച് നൂർ ഷാ തരീഖത്തിന്റെ പ്രസിദ്ധീകരണമാകുന്ന അൽ ബുർഹാൻ എഴുതുന്നത്. ആയിക്കോട്ടെ, ശരി. പക്ഷേ ഒരു മുറബ്ബിയായ ശൈഖിന്, ഒരു കാമിലായ ശൈഖിന്, പരിപൂർണനായ ശൈഖിന് എന്തൊക്കെ നിബന്ധനകൾ വേണം? ഈ പുസ്തകത്തിന്റെ തന്നെ 132-ാമത്തെ പേജിൽ പറയുന്നുണ്ട് ഒരു ശൈഖിന്റെ യോഗ്യതകൾ എന്തെല്ലാമായിരിക്കണമെന്ന്. ഇതിന് 132-ാമത്തെ പേജിൽ പറയുന്നു, ഒരാൾ ശൈഖാവണമെങ്കിൽ ഖുർആനും സുന്നത്തും പാലിച്ചവനാവണമെന്ന യാഥാർത്ഥ്യം അവിതർക്കിതമായ സംഗതിയാണ്. ഖുർആനും സുന്നത്തും അംഗീകരിച്ചവനാവണം. അതില്ലാത്തവനെ എങ്ങനെ ശൈഖുന എന്ന് പരിചയപ്പെടുത്തും? കാമിലും മുറബ്ബിയുമായ ഒരു ശൈഖ് ശരീഅത്ത് അനുസൃതമായി നിർദ്ദേശോപദേശങ്ങളും സത്യവും മാത്രമേ കാണിച്ചു തരൂ. ഖുർആനും ഹദീസും പരിപൂർണമായി അംഗീകരിക്കുന്നവനാവണം. ഖുർആൻ എന്ത് പറഞ്ഞു,
ഹദീസ് എന്ത് പറഞ്ഞു? ഇത് പരിപൂർണമായി സ്വീകരിക്കുന്നവനായിരിക്കണം ശൈഖ്. ഇതാണ് ശൈഖിന്റെ യോഗ്യത. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പോയിന്റിൽ വെച്ചുകൊണ്ടാണ് നൂർ ഷാ തരീഖത്തിൽ നമ്മൾ വിലയിരുത്തുന്നത്. ഈ പോയിന്റ് വെച്ചുകൊണ്ട് നൂർ ഷാ തരീഖത്തെ നമുക്ക് മനസ്സിലാക്കാം. നൂർ ഷാ തരീഖത്തിന്റെ ശൈഖ് കാമിലും മുറബ്ബിയുമാകുന്നു എന്ന് നൂർ ഷക്കാർ അവകാശപ്പെടുന്നു. കാമിലും മുറബ്ബിയുമായ ശൈഖിന്റെ യോഗ്യത എന്താ? ഖുർആനും അതുപോലെ തന്നെ സുന്നത്തും പരിപൂർണമായും വഹിക്കുന്നവനാവണം. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ സ്നേഹത്തോടുകൂടി ഈ പ്രസ്ഥാനത്തിൽ ആഖിറം രക്ഷപ്പെടുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മനസ്സിലാക്കിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1974 നൂർ ഷാ തരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുത്തെങ്കിൽ ഒരു ശൈഖിനുണ്ടാവേണ്ടുന്ന പ്രഥമമായ യോഗ്യത എന്താണോ ആ യോഗ്യത ഈ തരീഖത്തിന്റെ ശൈഖാകുന്ന നൂർ ഷാ തങ്ങൾക്കില്ല എന്ന് കൃത്യമായി കൊണ്ട് മഹാന്മാരായ ആലിമീങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താ തെളിവ്? ഈ കാണുന്ന പുസ്തകം. ഇത് ഈ ശൈഖിന്റെ ഗ്രന്ഥമാണ്. എന്താ പുസ്തകത്തിന്റെ പേര്? അസ്റാറെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റാറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇത് നൂർ ഷാ തങ്ങളുടെ ഗ്രന്ഥമാണ്. ഞാൻ പറയട്ടെ, ഇവിടെ പറയാൻ പോകുന്ന വിഷയം മുറബ്ബിയായ കാമിലായ ശൈഖിനുണ്ടാവേണ്ടുന്ന യോഗ്യത എന്താണെന്ന് തരീഖത്തുകാർ തന്നെ വിശദീകരിച്ചു. എന്നാൽ ഈ പുസ്തകത്തിന്റെ 14-ാമത്തെ പേജിൽ പറയുന്നു, കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് വിശദീകരിക്കാൻ സമയമില്ല. ആയേതും മുസൽമാനോക്കോ ശിർക്ക് സേ റോക്കാ ജാതാ ഹൈ. ധാരാളം കാര്യങ്ങളുടെ പേരിൽ മുസ്ലിമീങ്ങളുടെ പേരിൽ ശിർക്ക് ആരോപിക്കുന്നുണ്ട്. ലേക്കിൻ ഹഖീഖി ശിർക്ക് സേ ഉൻകോ യഹീം റോക്കാ ജാതാ ഹൈ. എന്നാൽ ഈ ശിർക്ക് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ശിർക്കല്ല. ഒരുപാട് കാര്യങ്ങളുടെ പേരിൽ മുസ്ലിമീങ്ങളുടെ മേൽ ശിർക്ക് ആരോപിക്കപ്പെടുന്നു. എന്നാൽ ഇതൊന്നും യഥാർത്ഥത്തിൽ ശിർക്ക് അല്ല, യഥാർത്ഥ ശിർക്ക്പരമായ കാര്യങ്ങളല്ല ഇതൊന്നും. വെറുതെ ആ കാര്യങ്ങളുടെ മേൽ ശിർക്ക് ആരോപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ വായിച്ചുകൊണ്ട് വിശദീകരിക്കാൻ സമയമില്ല. ഇതിൽ പറയുന്നു, മഹാന്മാരായ ഔലിയാഇന്റെ മഖാമുകളിൽ ചെന്നുകൊണ്ട് അവരിൽ നിന്ന് സഹായം തേടുന്നു, അവരിൽ നിന്ന് മദദ് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ശിർക്കല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നു, ഇതിന്റെ പേരിൽ ശിർക്ക് ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇത് ശിർക്കല്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. വഹാബികൾ സുന്നികളെക്കുറിച്ച് ഏതൊക്കെ വിശ്വാസങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചുമാണോ ശിർക്കെന്ന് പറയപ്പെടുന്നത്, ഈ കർമ്മങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു ഇതിന്റെ പേരിലെല്ലാം മുസ്ലിമീങ്ങളെ ശിർക്ക് ആരോപിക്കുന്നു. എന്നാൽ ഇവകളൊന്നും യഥാർത്ഥത്തിൽ ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു, ബൽക്കി ഐസേ അഫ്ആൽ ജിസ്സേ ശിർക്കി സിറാ മിൽത്തി ഹൈ. എന്നാൽ ഇവകളൊന്നും ശിർക്കല്ല, പക്ഷേ ശിർക്കിലേക്കുള്ള വഴികളാകുന്നു. ശിർക്കിലേക്കുള്ള വഴികളാകുന്നു. മഹാന്മാരുടെ മഖാമിൽ നിന്ന് സഹായം തേടുക, സഹായം പ്രതീക്ഷിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് സലാം പറഞ്ഞയക്കുക, നബി തങ്ങളുടെ പൊരുത്തം ആഗ്രഹിക്കുക, ഇതൊന്നും യഥാർത്ഥ ശിർക്കല്ല, പക്ഷേ ശിർക്കിലേക്കുള്ള വഴികളാണ് എന്നിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അൽബത്ത യേ തമാം അഫ്ആൽ മംനൂഹ്. ഈ പ്രവർത്തനങ്ങളൊന്നും പാടില്ലാത്ത പ്രവർത്തനങ്ങളാണ്. ശരീഅത്തിന് ഇൻ സബ് അഅമാൽ കി ഇജാസത്ത് നഹി. ഈ പ്രവർത്തനങ്ങൾക്കൊന്നും ശരീഅത്ത് അനുമതി നൽകുന്നില്ല. ഏത് പ്രവർത്തനങ്ങൾ? മഹാന്മാരുടെ മഖാമിൽ പോയി സഹായം തേടുക, അവരിൽ സഹായം പ്രതീക്ഷിക്കുക, നബികളുടെ പൊരുത്തം ആഗ്രഹിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും യഥാർത്ഥ ശിർക്കല്ല, ശിർക്കിലേക്കുള്ള വഴികളാകുന്നു. ഇതൊന്നും ശരീഅത്ത് അംഗീകരിക്കാത്ത പ്രവർത്തനങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് പറയുന്ന, ഇത് എഴുതി വെച്ചിട്ടുള്ള ഒരു ശൈഖിനെ, ഒരു വ്യക്തിയെ എങ്ങനെ ഒരു ശൈഖായിക്കൊണ്ട് സ്വീകരിക്കും? എങ്ങനെ ഒരു ശൈഖായിക്കൊണ്ട് സ്വീകരിക്കും? എങ്ങനെ ഒരു സുന്നിയായിക്കൊണ്ട് സ്വീകരിക്കും? എങ്ങനെ ഒരു മഹാനായിക്കൊണ്ട് സ്വീകരിക്കും? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് കുറ്റപ്പെടുത്തലോ ആക്ഷേപിക്കലോ അല്ല.
ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ തരീഖത്തിന്റെ ഏറ്റവും വലിയ നേതാവായിക്കൊണ്ട് ഖുതുബുൽ മശായിഖിന്റെ സ്ഥാനപ്പേര് പറയപ്പെടുന്ന വ്യക്തി മുതൽക്ക് ഇന്ന് ഈ തരീഖത്തിൽ പ്രവേശിച്ച് ബൈഅത്ത് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുവരെയുള്ള മുഴുവൻ ആളുകളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ നിങ്ങളുടെ ശൈഖ് നൂർ ഷാ തങ്ങൾക്ക് ഇങ്ങനൊരു ഗ്രന്ഥമില്ല എന്ന അഭിപ്രായമുണ്ടോ? ഇങ്ങനെ ഗ്രന്ഥമില്ല എന്ന അഭിപ്രായമുണ്ടോ? നിങ്ങൾ പറയൂ. ഹൈദരാബാദിൽ ഇടയ്ക്കിടെ കേരളത്തിൽ വന്നുകൊണ്ട് കീഴ്ശേരിയിലും വന്നുകൊണ്ട് തെർബിയത്ത് ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്ന നൂർ ഷാ അവലാണെങ്കിലും നൂർ ഷാ സാനിയാണെങ്കിലും ആരാണെങ്കിലും ഞാൻ അവരോട് ചോദിക്കട്ടെ, നിങ്ങൾക്കിങ്ങനെ ഗ്രന്ഥമില്ല എന്ന അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയൂ. 1974 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്ത് തീരുമാനമെടുത്തു. എത്ര വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് വരെ നൂർ ഷാ തരീഖത്തിന്റെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവിയുള്ള വ്യക്തി ഞങ്ങൾക്കങ്ങനെ പുസ്തകമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുസ്തകത്തിൽ അങ്ങനെ ഒരു പരാമർശം നൂർ ഷാ തങ്ങൾ നടത്തിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? തെളിയിക്കാൻ സാധിക്കുമോ? വെല്ലുവിളിക്കുകയല്ല, പ്രയാസപ്പെടുത്തുകയല്ല. പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ അവരുടെ വിവരത്തിന് വേണ്ടി മാത്രം പറയും. അവരുടെ അറിവിലേക്ക് വേണ്ടി മാത്രം പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ തരീഖത്തിൽ ചേർന്നു എന്റെ ശബ്ദം ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾ ക്യാമ്പുകളിലും ക്ലാസുകളിലും പങ്കെടുത്തു. ഒരുപക്ഷേ നിങ്ങളുടെ തരീഖത്തിന്റെ ശൈഖാകുന്ന നൂർ ഷാ തങ്ങൾക്ക് ഇങ്ങനെ ഗ്രന്ഥമുണ്ട് എന്ന വിവരം തന്നെ നിങ്ങൾ അറിയണമെന്നില്ല. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ സാധുക്കളാണ്, നിങ്ങൾ വിവരമില്ലാത്തവരാണ്. നിങ്ങൾ ആഖിറം മാത്രം കൊതിച്ചുകൊണ്ട് അതിൽ ചേർന്നവരാ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശൈഖിന് ഇങ്ങനെ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് യോജിക്കാത്ത പരാമർശങ്ങളുണ്ട്. ഈ ഇങ്ങനൊരു പരാമർശം ഈ ഗ്രന്ഥത്തിലില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഖലീഫമാരുണ്ടോ? ഏതെങ്കിലും ഖലീഫമാരുണ്ടോ? അല്ലെങ്കിൽ ഇതിനെന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതുകൊണ്ടാ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നൂർ ഷാ തങ്ങളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ, തരീഖത്തുകാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ, കേരള സിൽസില നൂറിയ പുറത്തിറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഔദ്യോഗിക ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ സാധാരണ ഒരു സുന്നിക്ക് പറയാൻ പറ്റാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത, പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളോട് എതിരാകുന്ന, ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഇത്തരം ഭീമമായ അപകടങ്ങൾ ഇതിന്റെ ഉള്ളിൽ, ഇതിന്റെ അകത്തുണ്ട്. അതുകൊണ്ടാ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള, ഞാൻ ധാരാളം കാര്യങ്ങൾ വാങ്ങിവിളിക്കാൻ സമയത്തുണ്ട് അല്ലേ? ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പറയാനുണ്ട്. മഗ്രിബിന്റെ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരത്തിന് വേണ്ടി അവസാനിപ്പിക്കാം. നിസ്കാരത്തിന് ശേഷം അവസരം പോലെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഉസ്താദിന്റെ പ്രഭാഷണം തുടരും. ബഹുമാനപ്പെട്ട ഹമീദ് ഭായി അമ്പലക്കടവ് ഇവിടെ സ്ഥലത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ഒരു തരീഖത്തിനുണ്ടാകേണ്ടുന്ന, ഒരു തരീഖത്തിന് നേതൃത്വം കൊടുക്കുന്ന ആത്മീയ നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശൈഖിനുണ്ടാകേണ്ടുന്ന യോഗ്യതകൾ എന്താണോ ആ യോഗ്യതകളിൽ കാര്യമായ അപാകതകളും മാത്രമല്ല പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾക്കും പരിശുദ്ധ ഇസ്ലാമിക നിലപാടുകൾക്കും ഘടകവിരുദ്ധമായിക്കൊണ്ടുള്ള പലതും ഈ ശൈഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഇന്നും നിഷേധിക്കപ്പെടാതെ, കൃത്യമായ വിശദീകരണം നൽകപ്പെടാതെ നിൽക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിലൊന്നാണ് ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിച്ച നൂർ ഷാ തങ്ങളുടെ അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുസ്തകം.
ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം. അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസമുണ്ടാകണം. ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കലല്ല. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് ഇവിടെ പരിചയപ്പെടുത്തിയ കാര്യം. ഏതെങ്കിലും രൂപത്തിൽ ഒരു സൃഷ്ടാവിനെക്കുറിച്ചോ ഒരു ദൈവത്തെക്കുറിച്ചോ വിശ്വസിക്കുകയല്ല മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എങ്ങനെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആ രൂപത്തിൽ വിശ്വസിക്കൽ അനിവാര്യമാണ്. അള്ളാഹുവിനെക്കുറിച്ച് വിലയിരുത്തുന്നതിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിലും നൂറുശാതരീക്കത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാര്യമായ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ നാട്ടിലെ നമുക്ക് വേണ്ടപ്പെട്ട നമുക്ക് പരിചയമുള്ള ഒരുപക്ഷേ നമ്മുടെ കുടുംബക്കാരും നമ്മുടെ അയൽവാസികളും നമ്മുടെ ബന്ധക്കാരുമായി കൊണ്ടുള്ള പല സഹോദരന്മാരും അവരൊക്കെ തരീക്കത്തിന്റെ ആളുകളോ അനുഭാവികളായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങളെ ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ വസ്തുതകളെ തിരിച്ചറിയണം. ഈ വസ്തുതകളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറും പുറംമോടികളും ബാഹ്യ പ്രകടനങ്ങളും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒന്നിനും മാനദണ്ഡമല്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിക്കുന്നെങ്കിൽ അത് വലിയ ഗുരുതരമായ പിഴവ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. അതൊരു വല്ലാത്ത ഹദീസാണത്. ആ ഹദീസിന്റെ ഗൗരവം നാം ആലോചിക്കണം. ഇൽമു അത് ഇസ്ലാമിന്റെ ഹയാത്താണ്. ഇൽമു ഇസ്ലാമിന്റെ ജീവനാണ്. എന്താണ് അതിന്റെ താല്പര്യം? ഇൽമില്ലെങ്കിൽ ഇസ്ലാമിന് ഹയാത്തില്ല. ഇൽമില്ലെങ്കിൽ ഇസ്ലാമിന് ഹയാത്തില്ല, ഇസ്ലാമിന് മരണമാണ് സംഭവിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഇൽമില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇസ്ലാമിന് ഹയാത്തില്ല. ഒരു വ്യക്തിക്ക് ഇൽമില്ലെങ്കിൽ, ഒരു വ്യക്തിക്ക് ശരിയായ ജ്ഞാനമില്ലെങ്കിൽ ആ വ്യക്തി, അത്തരം ആളുകൾ ധാരാളം അപകടങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട്. അവരുടെ ഇസ്ലാമിന് ഹയാത്തുണ്ടാവുകയില്ല. ഇവിടെയാണ് ഫസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ലെങ്കിൽ വിവരമുള്ള ആളുകളോട് ചോദിച്ചറിയണം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഈമാനിന് അപകടം സംഭവിക്കും. പരിശുദ്ധ ഖുർആനിന്റെ മുന്നറിയിപ്പാണ്. അല്ലാഹുവിനെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. പരിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എങ്ങനെയാണ് അല്ലാഹുവിനെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത്? എങ്ങനെയായിരിക്കണം അല്ലാഹുവിനെക്കുറിച്ച് വിശ്വസിക്കേണ്ടത്? അല്ലാഹു സർവ്വ സൃഷ്ടികളോടും പരിപൂർണമായും എതിരാണ്. ഒരു സൃഷ്ടിയുടെയും രൂപത്തിലോ സ്വഭാവത്തിലോ അല്ല പടച്ച തമ്പുരാൻ. അല്ലാഹുവിന് നിർബന്ധമായ 20 സിഫത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മദ്രസകളിലൊക്കെ നമ്മുടെ ഉസ്താദുമാർ കുട്ടികളെ പഠിപ്പിക്കുന്നു, സമസ്തയുടെ പുസ്തകങ്ങളിലൂടെ, മറ്റു കിതാബുകളിലൂടെ. ആ സിഫത്തുകളിൽ ഒരു സിഫത്താണ് മുഖാലഫത്തുൽ ഹവാദിസ്. അല്ലാഹുവിന്റെ പടപ്പുകളായി സൃഷ്ടികളായി ഏതൊക്കെയുണ്ടോ അതിനോടെല്ലാം തന്നെ അല്ലാഹു എതിരാണ്. അല്ലാഹു ഒരാളുടെയും രൂപത്തിലല്ല, അല്ലാഹു ഒരു മരത്തിന്റെ രൂപത്തിലല്ല, അല്ലാഹു ഒരു കല്ലിന്റെ സ്വഭാവത്തിലല്ല, അല്ലാഹു നമ്മിൽ നിന്ന് ഒരാളുടെയും സ്വഭാവത്തിലും രൂപത്തിലുമല്ല. ഒരു മനുഷ്യൻ എന്തൊക്കെ രൂപങ്ങളെ അനുമാനിക്കുന്നു, സങ്കല്പിക്കുന്നു, അവൻ ഭാവിച്ചെടുക്കുന്നു, ഈ രൂപത്തിലൊന്നുമല്ല അല്ലാഹു. ലൈസ കമിസ്ലിഹി ശൈഉൻ. അല്ലാഹുവിനോട് ഉപമിക്കാൻ ഒരു വസ്തുവും ഒരു പടപ്പുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനോട് തുല്യമായി ഒന്നുമില്ല. നാം ആലോചിക്കണം. നമുക്കിരിക്കാൻ ഒരു സ്ഥലം വേണം, നമുക്ക് നിൽക്കാൻ സ്ഥലം വേണം, നമുക്ക് കിടക്കാൻ സ്ഥലം വേണം. എന്നാൽ അല്ലാഹുവിന് സ്ഥലത്തേക്കുള്ള ആവശ്യമില്ല. അല്ലാഹുവിന് സ്ഥലത്തേക്കുള്ള ആവശ്യമില്ല. സർവ്വതും അല്ലാഹുവിനെ ആശ്രയിക്കുന്നു, അല്ലാഹു ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ഇങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇതല്ലേ നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹുവിന്റെ സ്വഭാവം? ഇതല്ലേ അല്ലാഹുവിന്റെ രൂപം? ഇങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? എന്നാൽ അല്ലാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ, അല്ലാഹുവിനെക്കുറിച്ച് പറയുന്നതിൽ
പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ തരീഖത്തിന്റെ ആളുകൾക്ക് ഈ ശൈഖിന് കാര്യമായ അപാകത സംഭവിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. ഒരുപക്ഷെ ലളിതമായി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ വിഷയമാകണമെന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നൂറ് ഷാ തരീഖത്തുകാരുടെ പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ, ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ അധികം ഗ്രന്ഥങ്ങളൊന്നും ഉദ്ധരിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ അൽ ബുർഹാൻ എന്ന ഈ മലയാള പുസ്തകം, ഈ മലയാള പുസ്തകത്തിന്റെ 72ാമത്തെ പേജിൽ അല്ലാഹുവിന്റെ മഅയ്യത്തുൽ ദാത്തിയ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എന്താ മഅയ്യത്തുൽ ദാത്തിയ? മഅയ്യത്തുൽ ദാത്തിയ എന്നുള്ളത് ഒരു അറബ് വാക്കാണ്. എന്താണ് ഈ മഅയ്യത്തുൽ ദാത്തിയ എന്നതിന്റെ താല്പര്യം? അല്ലാഹു അവന്റെ സത്തയാൽ ഓരോരുത്തരുടെ കൂടെയുമുണ്ട്. അല്ലാഹു എന്റെ കൂടെയുണ്ട്. അല്ലാഹു നിങ്ങളിൽ ഓരോരുത്തരുടെ കൂടെയും അല്ലാഹു. മഅയ്യത്തുൽ ദാത്തിയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നു, ദാത്തിയായ മഅയ്യത്ത് എന്നത് ഒരു കാമിലായ ശൈഖിന്റെ തർബിയത്തിലൂടെ വളരുന്ന മുരീദിന് ഘട്ടം ഘട്ടമായി മുന്നേറുമ്പോൾ അവന്റെ ഖൽബിൽ തുറക്കപ്പെടുന്ന ഒരു പരമാർത്ഥമാണ്. അത് നിഷേധിക്കാനോ നിരാകരിക്കാനോ സാധ്യമല്ല. കാരണം ഈ പരമാർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ധാരാളം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഉദാഹരണമായി അല്ലാഹു പറയുന്നു, നീ വിഷമിക്കേണ്ട, നിശ്ചയം അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. സൂറത്തു തൗബയിലെ 40ാമത്തെ ആയത്ത്. മറ്റിടത്ത് അല്ലാഹു പറയുന്നു, അവൻ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ എവിടെയാണ്? അല്ലാഹുവിന്റെ ദാത്തിയായ മഅയ്യത്ത്, അല്ലാഹു അവന്റെ ദാത്താൽ തന്നെ, അവന്റെ സത്തയാൽ തന്നെ ഓരോരുത്തരുടെ കൂടെയുമുണ്ട് എന്നുള്ള വിശ്വാസമാണ് നൂർശക്കാർക്ക്. ഈ പുസ്തകത്തിന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നു, അപ്പോൾ കാണപ്പെടാൻ സാധ്യതയുള്ള ദാത്തുകൊണ്ടുള്ള അടുപ്പമാണ് ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ എന്നത് സുവ്യക്തമായി. കാണപ്പെടാൻ സാധ്യതയുള്ള ദാത്തുകൊണ്ട് തന്നെ അല്ലാഹു നാം ഓരോരുത്തരുടെ കൂടെയുമുണ്ട്. എന്റെ അടുത്തായിക്കൊണ്ട്, ബഹുമാനപ്പെട്ട MP ഉസ്താദിന്റെ അടുത്തായിക്കൊണ്ട് വീരാൻകുട്ടി ഹാജി ഇരിക്കുന്നു. വീരാൻകുട്ടി ഹാജി അവർക്ക് പറയാം, എന്റെ അടുത്ത് MP ഉസ്താദും. MP ഉസ്താദിന് പറയാം, എന്റെ അടുത്ത് വീരാൻകുട്ടി ഹാജി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാം, എന്റെ അടുത്ത് എന്റെ സഹോദരനുണ്ട്. എന്നാൽ ഈ രൂപത്തിൽ അല്ലാഹുവിനെ കുറിച്ച് ഒരിക്കലും മനസ്സിലാക്കാൻ പാടില്ല. അല്ലാഹു അവന്റെ ദാത്താൽ തന്നെ ഓരോരുത്തരുടെ കൂടെയുമുണ്ട് എന്നുള്ള വിശ്വാസം ഒരിക്കലും അല്ലാഹുവിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസമല്ല. പരിശുദ്ധ ഖുർആൻ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു വാക്കാണിത്. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ലാ തഹ്സൻ, നിങ്ങൾ വിഷമിക്കേണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും, അവൻ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ എവിടെയാണെങ്കിലും. ഇങ്ങനെയുള്ള ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നൂർശക്കാർ പറയുന്നു, അല്ലാഹു അവന്റെ ദാത്താൽ, അവന്റെ സത്തയാൽ തന്നെ ഓരോരുത്തരുടെ കൂടെയുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊരിക്കലും ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസമല്ല. ഇങ്ങനൊരു വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്താ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നിങ്ങൾ വിഷമിക്കണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ താല്പര്യം? ബിൽ ഔനി വൽ ഇസ്മ, അല്ലാഹുവിന്റെ സഹായം നമ്മോടൊപ്പമുണ്ട് എന്നാണ്. അല്ലാഹുവിന്റെ കാവൽ നമ്മോടൊപ്പമുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും ബിൽ ഇൽമി വൽ ഖുദ്റതി, നിങ്ങൾ എവിടെ പോയാലും അല്ലാഹുവിന്റെ കഴിവിന്റെ അപ്പുറത്താകുന്നില്ല. നിങ്ങൾ എവിടെ പോയാലും അല്ലാഹുവിന്റെ അറിവിന്റെ അപ്പുറത്താകുന്നില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ പരിധിക്ക് പുറത്താകുന്നില്ല. നിങ്ങൾ, ഇതാണ് ഈ ആയത്തിന്റെ താല്പര്യം. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ഖുർആൻ വ്യാഖ്യാതാക്കളും ഈ രൂപത്തിലാണ് ഈ ഐനമാ കുൻതും വഹുവ മഅകും ഐനമാ കുൻതും എന്ന ആയത്തിനെ
അതുപോലെ തന്നെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഈ ആയത്തിനെ വിശദീകരിക്കും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരം ആയത്തുകളെ വെച്ചുകൊണ്ട് നൂറിശക്കാർ പറയുന്നു അല്ലാഹു അവന്റെ ദാത്താൽ തന്നെ ഓരോരുത്തരുടെ കൂടെയുമുണ്ട് എന്ന് വിശ്വസിക്കണം. ഇത് അല്ലാഹുവിനെ കുറിച്ചുള്ള അബദ്ധ വിശ്വാസമാണ്. ഒരിക്കലും ഒരു മുസ്ലിം ഈ രൂപത്തിൽ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ പാടില്ല. ഓരോരുത്തരുടെ കൂടെയും അല്ലാഹുവിന്റെ ഇൽമുണ്ട്, ഓരോരുത്തരുടെ കൂടെയും അല്ലാഹുവിന്റെ ഖുദ്റത്തുണ്ട്. അല്ലാഹുവിന്റെ ഇൽമിന്റെയും ഖുദ്റത്തിന്റെയും കാവലിന്റെയും അപ്പുറത്തല്ല അല്ലാഹുവിന്റെ പടപ്പുകൾ. ഇതാണ് ആയത്തിന്റെ ശരിയായ താല്പര്യം. എന്നാൽ നൂറിശക്കാർ പറയുന്നു അല്ലാഹു ഓരോരുത്തരുടെയും കൂടെയുണ്ട്. ഇത് അല്ലാഹുവിനെ കുറിച്ചുള്ള തെറ്റായ വിശ്വാസമാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നൂറിശാ തങ്ങളുടെ പുസ്തകം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഇത് നൂറിശാ തങ്ങളുടെ മറ്റൊരു പുസ്തകമാണ്. അഹമ്മിയത്തെ തരീഖ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിൽ ധാരാളം അബദ്ധങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വെല്ലുവിളിച്ചുകൊണ്ടോ പ്രയാസപ്പെടുത്തിക്കൊണ്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല സഹോദരന്മാരെ ഇത് പറയുന്നത്. നിങ്ങളുടെ ഖുതുബുൽ മശായിഖ് എന്ന് പറയപ്പെടുന്ന, നിങ്ങൾ വാഴ്ത്തുന്ന നിങ്ങളുടെ തരീഖത്തിന്റെ ഇന്നത്തെ പരമോന്നത നേതാവ് മുതൽക്ക് ഈ തരീഖത്തിൽ ഏറ്റവും താഴേക്കടയിലുള്ള ഏതൊക്കെ മെമ്പർമാരുണ്ടോ ആ മെമ്പർമാരോട് മുഴുവനും ഞാൻ ചോദിക്കുന്നു, കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. ഇതിനെന്ത് ന്യായമാണുള്ളത്? ഞാൻ അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉദ്ധരിച്ചു. ഇതിനെന്ത് ന്യായമാണുള്ളത്? ഈ അഹമ്മിയത്തെ തരീഖ എന്ന പുസ്തകം, ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. നൂറിശാ തങ്ങൾ പറയുന്നു, 20 വർഷത്തെ എന്റെ പ്രബോധന പ്രവർത്തനത്തിന്റെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഗ്രന്ഥം ഉണ്ടാക്കുന്നത്. ഇതിൽ പറയുന്ന ഓരോ ഹർഫും, ഹർഫ് സഹീഹ്, ഇതിൽ പറയുന്ന ഓരോ ഹർഫും അത് സഹീഹാണ്, എല്ലാം ശരിയാണ് എന്ന് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ നൂറിശാ തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു അവന്റെ ദാത്താൽ തന്നെ ഓരോരുത്തരുടെ കൂടെയുമുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹു ഒരു സ്ഥലത്തേക്ക് ആവശ്യം ആവുകയില്ലേ? അല്ലാഹു എന്റെ കൂടെയുണ്ട്. അല്ലാഹു ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഹാജിയരുടെ കൂടെയുണ്ട്, അതുപോലെ തന്നെ ഉസ്താദിന്റെ കൂടെയുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ കൂടെയും അല്ലാഹുണ്ട്. അല്ലാഹുവിന്റെ ഇൽമുണ്ട്, ഖുദ്റത്തുണ്ട് എന്നല്ല. ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? ഇതിനെന്താണ് പ്രമാണം? ഇതിനെന്താ തെളിവ്? ഇങ്ങനെയാണോ അല്ലാഹുവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയാണോ അല്ലാഹുവിനെ കുറിച്ച് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്? എന്നിട്ടോ ഇതിന്റെ പേരിൽ എന്തൊക്കെ അബദ്ധങ്ങൾ, ഇതിന്റെ പേരിൽ എന്തൊക്കെ അബദ്ധങ്ങളാണ്? ഈ പുസ്തകത്തിൽ തന്നെ അൽ ബുർഹാൻ എന്ന പുസ്തകത്തിന്റെ 72ാമത്തെ പേജിൽ തുടർന്നുകൊണ്ട് പറയുന്നു, പ്രസ്തുത ആയത്തുകൾക്കും അല്ലാഹു കൂടെയുണ്ടെന്ന് പറയുന്ന മറ്റ് ആയത്തുകൾക്കും വ്യാഖ്യാനമായി തഫ്സീർ റൂഹുൽ ബയാൻ, തഫ്സീർ ഇബ്നു അറബി, തഫ്സീർ സ്വാബി തുടങ്ങിയ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഈ യാഥാർത്ഥ്യം സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. ഈ കാണുന്ന പുസ്തകം സൂറത്ത് തൗബയിലെ 40ാമത്തെ ആയത്ത്, സൂറത്ത് ഹദീദിലെ 4ാമത്തെ ആയത്ത്, ഈ 2 ആയത്തുകൾ വെച്ചുകൊണ്ട് പറയുന്നു ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന ആയത്തിനും അതുപോലെ തന്നെ വഹുവ മഅക്കും ഐനമാ കുൻതും എന്ന സൂറത്ത് ഹദീദിലെ 4ാമത്തെ ആയത്ത്, ഈ 4ാമത്തെ ആയത്തുകൾക്കും തഫ്സീർ റൂഹുൽ ബയാനും തഫ്സീർ ഇബ്നു അറബിയും തഫ്സീർ സ്വാബിയും തുടങ്ങിയ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഈ യാഥാർത്ഥ്യം സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. ആലോചിക്കൂ സഹോദരന്മാരെ, ഈ 2 ആയത്തുകൾക്കും ഇതുപോലെയുള്ള ആയത്തുകൾക്കും റാത്തിയായ മഅയ്യത്താണ് ഉദ്ദേശമെന്ന് തഫ്സീറുകളിൽ സവിസ്തരം പറയുന്നുണ്ട്. ഏതൊക്കെ തഫ്സീറുകളാ? 3 തഫ്സീറുകളാ ഉദ്ധരിച്ചത്. തഫ്സീർ റൂഹുൽ ബയാൻ, തഫ്സീർ ഇബ്നു അറബി, തഫ്സീർ സ്വാബി. തരീഖത്തിനെ കുറിച്ച് എന്താ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്? തരീഖത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മഖ്ദൂം അവറുകൾ പറഞ്ഞു, തരീഖത്തെന്നാൽ അത് സൂക്ഷ്മതയാണ്. തരീഖത്തെന്നാൽ അത് സൂക്ഷ്മതയാണ്.
തരീഖത്തുകാർ ഒരിക്കലും കളവ് പറയരുത്. തരീഖത്ത് സൂക്ഷ്മത കൊണ്ട് പിടിച്ചു നിൽക്കലാണ്. തരീഖത്തേക്കാൾ കളവ് പറയാൻ പാടില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇത് നല്ല പ്രസ്ഥാനമാണ്, ഇത് ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ പ്രസ്ഥാനമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ അകപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സഹോദരന്മാർ എന്റെ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളോട് വെറുപ്പില്ല, നിങ്ങളോട് വിദ്വേഷമില്ല, നിങ്ങളോട് സങ്കടമുണ്ട്. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. സൂറത്ത് തൗബയുടെ 40-ാമത്തെ ആയത്തും സൂറത്ത് ഹദീദിന്റെ 40-ാമത്തെ ആയത്തും ഉദ്ധരിച്ചുകൊണ്ട് ذاتيയായ മഅയ്യത്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശമെന്ന് തഫ്സീർ സാവിയിലും തഫ്സീർ റൂഹുൽ ബയാനിലും തഫ്സീർ ഇബ്നു അറബിയിലും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏതൊക്കെ ആലിമീങ്ങളുണ്ടോ, ഏതൊക്കെ ഖലീഫമാർ, അവരോട് മുഴുവൻ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ പറഞ്ഞ 3 തഫ്സീറുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ 3 തഫ്സീറുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, തരീഖത്തിന്റെ പേരിൽ തഫ്സീറുകളെക്കുറിച്ച്, മഹാന്മാരായ മുഫസ്സിറുകളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുക എന്നുള്ളത് സാധാരണക്കാരായ ആളുകൾക്ക് പോലും യോജിച്ചതല്ല. പ്രത്യേകിച്ച് തരീഖത്തുകാരിൽ ഇങ്ങനൊന്നും ഉണ്ടാവരുത്. അതല്ലേ ഈ കാണുന്ന തഫ്സീർ സാവിയാണ്. സൂറത്ത് തൗബയുടെ 40-ാമത്തെ ആയത്തും സൂറത്ത് ഹദീദിലെ 4-ാമത്തെ ആയത്തും വിശദീകരിക്കുന്ന തഫ്സീർ സ്വാദിയാണ് ഈ കാണുന്നത്. തഫ്സീർ റൂഹുൽ ബയാൻ, തഫ്സീർ ഇബ്നു അറബി, ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു നൂറുശയുടെ പണ്ഡിതൻ, സാധാരണക്കാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ സാധാരണക്കാർ ഇത്തരം സംഗതികളൊന്നും അറിയില്ല, അവര് പാവങ്ങളാണ്. നൂറുശയുടെ ഏതെങ്കിലും ഖലീഫ, ഏതെങ്കിലും ഒരു നേതാവ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവലോ സാനിയോ സാലിസോ ആരാവട്ടെ, നിങ്ങൾ ഒന്നുകൊണ്ട് പറയൂ, തഫ്സീർ സാദിയിൽ കാണിച്ചു തരൂ. തഫ്സീർ സാദിയിൽ നിങ്ങൾ കാണിച്ചു തരൂ. എന്താ തഫ്സീർ സാദിയിൽ പറഞ്ഞത്? ദാത്തിയായ മഅയ്യത്താണോ തഫ്സീർ സാദിയിൽ പറഞ്ഞിട്ടുള്ളത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, തഫ്സീറുകളുടെ പേരിൽ കളവ് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ കുറച്ചു കാണിക്കുന്നില്ല. ഇല്ലാത്തത് പറയുന്നു, ഇല്ലാത്തത് പറയുന്നു. വഹുവ മഅകും ഐനമാ കുൻതും വഹുവ മഅകും ബിഇൽമിഹി, അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ബിഇൽമിഹി, അവന്റെ ഇൽമു കൊണ്ട് നിങ്ങളുടെ കൂടെയുണ്ട്. അത് ജലാലി. അതിന്റെ സ്വാദിയിൽ പറയുന്നു ബിഇൽമിഹി ഐ വഖുദ്റതിഹി വഇറാദതിഹി, അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടും ഇറാദത്ത് കൊണ്ടും നിങ്ങളുടെ കൂടെയുണ്ട്. ഫൽ മുറാദു ബിൽ മഅയ്യതി, മഅയ്യത്ത് കൊണ്ടുള്ള ഉദ്ദേശം തസാരീഫുഹു ഫീ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളിലുള്ള അവന്റെ നിയന്ത്രണമാണ് ഉദ്ദേശിക്കുന്നത്. ഇതേ രൂപത്തിൽ തഫ്സീർ സൂറത്ത് ഹദീദിലെ 4-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിലും തഫ്സീർ സാദിയിൽ കാണാം. അതുപോലെ തന്നെ തഫ്സീർ റൂഹുൽ ബയാൻ, റൂഹുൽ ബയാൻ മാത്രമല്ല, തഫ്സീർ ഇബ്നു അറബിയാണെങ്കിലും മറ്റേത് തഫ്സീർ ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ബിൽ ഔനി വൽ ഇസ്മ, അല്ലാഹുവിന്റെ ഔന് കൊണ്ടും സഹായം കൊണ്ടും ഇത്തരം വിശ്വാസങ്ങളെ ജനലിൽ അടിച്ചേൽപ്പിക്കുന്നതിനു വേണ്ടി തഫ്സീറുകളുടെ പേര് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട്, കളവ് പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഉമ്മത്തിന്റെ ഈമാനിനെ വ്യതിചലിപ്പിക്കുമ്പോൾ ഇവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ദൗത്യം നിർവഹിച്ചത് 1974. ആ ദൗത്യമാണ് സമസ്തയുടെ ഖാദിമീങ്ങൾ നമ്മൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾ പറയാറുണ്ട്, അല്ലാഹു അവന്റെ ഇൽമു കൊണ്ടും ഖുദ്റത്ത് കൊണ്ടുമാണ് നമ്മുടെ കൂടെ, ദാത്താൽ നമ്മുടെ കൂടെയുണ്ട് എന്ന വിശ്വാസം അത് ത്വരീഖത്തിന്റെ വിശ്വാസമാണ്. ശരീഅത്തിന്റെ വിശ്വാസം അങ്ങനെയല്ല. ത്വരീഖത്തിന്റെയും ശരീഅത്തിന്റെയും വിശദീകരണങ്ങൾ വ്യത്യാസമുണ്ട് എന്ന് പല ആളുകളും പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ശരീഅത്തിനോട് യോജിക്കാത്ത ത്വരീഖത്ത് എന്ത് ത്വരീഖത്താ? അങ്ങനെ ഒരു ത്വരീഖത്തുണ്ടോ? അങ്ങനെ ഒരു ത്വരീഖത്തുണ്ടോ? ഖുർആനിനോടും ഹദീസിനോടും യോജിക്കാത്ത ത്വരീഖത്ത്, ശരീഅത്തിനോട് യോജിക്കാത്ത ത്വരീഖത്ത്, അങ്ങനെ ത്വരീഖത്തുണ്ടോ? അങ്ങനെ ത്വരീഖത്തുണ്ടെങ്കിൽ ആ ത്വരീഖത്ത് തീർച്ചയായും ബാത്തിലായ ത്വരീഖത്ത്. അധികമായി കൊണ്ട് പറയാൻ സമയമില്ല.
തരീഖത്തിന്റെ ആളുകൾക്കും ശരീഅത്തിന്റെ ആളുകൾക്കും ഇത്തരം ആയത്തുകളെ വിശദീകരിക്കാൻ വ്യത്യസ്തമായ നിലപാടില്ല. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവരെക്കാൾ വലിയൊരു സൂഫിയുണ്ടോ? അവരെക്കാൾ വലിയ തരീഖത്തുകാരനുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വൽതറ അഹ്ലുൽ ഹഖ് ഇലാ ഹാദ തഅവീൽ കത്തഅവീൽ കമൽതറ അഹ്ലുൽ ബാതിൽ ഇലാ തഅവീൽ ഖൗലിഹി തആല വഹുവ മഅകും ഐനമാ കുൻതും ഇദ് ഹംലു ദാലിക ബിൽ ഇത്തിഫാഖി അലൽ ഇഹാതതി വൽ ഇൽമി. ഇത് ഇത്തിഫാഖാണ്, ആർക്കും തർക്കമില്ല. ലാഹിറിന്റെ ആളുകളാണെങ്കിലും ബാത്തിനിന്റെ ആളുകളാണെങ്കിലും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അള്ളാഹുവിന്റെ ഇൽമു കൊണ്ടും അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടും അവൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നാണ് ഈ ആയത്തിന്റെ താല്പര്യം. ഇതാണ് ലാഹിറിന്റെയും ബാത്തിനിന്റെയും രണ്ട് വിഭാഗത്തിന്റെയും ആളുകളുടെ വിശദീകരണമെന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ശരിയല്ല. മാത്രമല്ല, അഹമ്മിയത്തെ തരീഖ എന്ന നൂർ ഷാ തങ്ങളുടെ ഉറുദു ഭാഷയുള്ള പുസ്തകം 1970-കളിൽ കേരള സിൽസില നൂരിയ എന്ന ഈ സംഘം കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടപ്പോ അവരുടെ ഇവരുടെ ഖലീഫമാർ ഈ ഉറുദു ഭാഷയിലുള്ള പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ആ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിലും അഹമ്മിയത്തെ തരീഖയുടെ പുസ്തകത്തിലുള്ള ഈ പരാമർശങ്ങൾ എന്തൊക്കെ അബദ്ധങ്ങളാണ്! അല്ലാഹു പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസങ്ങൾക്ക് ഒരിക്കലും യോജിക്കാത്ത വാദങ്ങൾ. അസ്റാറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ കേട്ടതുപോലെ, അള്ളാഹുവിനെ കുറിച്ചുള്ള തെറ്റായ വിശ്വാസങ്ങൾ അഹമ്മിയത്തെ തരീഖയിൽ കേട്ടതുപോലെ. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്യുന്നതും നമുക്ക് നൂർഷക്കാരുടെ സാക്ഷാൽ നൂർഷാത്തങ്ങളുടെ അഹമ്മിയത്തെ തരീഖ എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനെ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്യും. നൂർഷക്കാരുടെ അഹമ്മിയത്തെ തരീഖ എന്ന പുസ്തകത്തിൽ പറയുന്നു, അതിന്റെ 19-ാമത്തെ പേജിൽ പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ നമസ്കാരത്തെ മുറപ്രകാരം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊന്നിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. നിശ്ചയം പരിശുദ്ധ ഖുർആനിൽ മറ്റിടത്ത് ഇങ്ങനെയും പറഞ്ഞു കാണാം. എന്നിങ്ങനെ പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ നമസ്കാരത്തെ മുറപ്രകാരം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊന്നിച്ചുണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ നിസ്കാരത്തെ മുറപ്രകാരം നിർവഹിച്ചാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ മുതൽക്ക് സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് സൂറത്തുൽ നാസ് വരെയുള്ള മുഴുവൻ സൂറത്തുകളും പരിശോധിക്കുക. എന്നിട്ട് നൂർഷക്കാരാ നിങ്ങൾ കാണിച്ചു തര്, ഈ ഇങ്ങനൊരു അർത്ഥമുള്ള ആയത്ത് പരിശുദ്ധ ഖുർആനിൽ എവിടെയാണുള്ളത്? ഇങ്ങനൊരു ആശയമുള്ള ആയത്ത് പരിശുദ്ധ ഖുർആനിൽ എവിടെ? നിങ്ങൾ നമസ്കാരത്തെ മുറപ്രകാരം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊന്നിച്ചുണ്ടായിരിക്കുന്നതാണ്. ഈ അർത്ഥം വരുന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിൽ എവിടെ? തഫ്സീറുകളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു. റൂഹുൽ ബയാനെ കുറിച്ചും തഫ്സീർ സാവിയെക്കുറിച്ചും തഫ്സീർ ഇബ്നു അറബിയെക്കുറിച്ചും. ഈ തെറ്റായ ദാത്തിയായ മഅയ്യത്ത് അല്ലാഹു ദാത്താൽ തന്നെ ഓരോരുത്തരുടെ കൂടെയും ഉണ്ട് എന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഈ ആദർശത്തെ, ഈ ആശയത്തെ, വാദത്തെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി അഹമ്മിയത്തെ തരീഖയിൽ എഴുതുന്നു. ഖുർആൻ ഇങ്ങനെ ആയത്തുണ്ടല്ലോ, നിങ്ങൾ നിസ്കാരത്തെ മുറപ്രകാരം നിർവഹിച്ചാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതാണ് ആയത്ത്? പരിശുദ്ധ ഖുർആനിൽ ഏതാണ് ആയത്ത്? അങ്ങനെ ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ടോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആഖിറം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ തരീഖത്തിൽ പെട്ടുപോയ, ഈ തരീഖത്തിൽ ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ താലീം ക്ലാസുകളിൽ പങ്കെടുക്കുമ്പോ, തർബിയത്ത് ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ഖലീഫമാരോട്, ശൈഖുമാരോട് ചോദിക്കുക, നിസ്കാരം മുറപ്രകാരം നിർവഹിച്ചാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന ഒരു ആയത്ത്, അങ്ങനെ ഒരു ആയത്തിനെ കുറിച്ച് അഹമ്മിയത്തെ തരീഖ നമ്മുടെ ശൈഖിന്റെ കിതാബിലുണ്ടല്ലോ.
പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അങ്ങനെ ഒരു ആയത്തില്ല എന്ന സമസ്തക്കാർ പറയുന്നത്. എന്താണ് ശരി, അങ്ങനെ ഒരു ആയത്തുണ്ടോ നിങ്ങൾ ചോദിക്കും. പരിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാനം ആയത്തുകൾ പരിശോധിച്ചാലും ഇങ്ങനെ ഒരു ആശയം വരുന്ന ആയത്തിനെ കണ്ടെത്തുക സാധ്യമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഉണ്ടെങ്കിൽ അത് പറയട്ടെ. ഞാൻ പറഞ്ഞു, ആക്ഷേപിക്കുകയല്ല, കുറച്ചു കാണിക്കുകയല്ല, പരിഹസിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയില്ല. പക്ഷെ ഇൽമില്ലെങ്കിൽ അബദ്ധം സംഭവിക്കും. വലിയ അബദ്ധം സംഭവിക്കും. ആ അബദ്ധമാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ അവിടെ സംഭവിച്ചത്? ഖുർആനെ കുറിച്ച് കേവലം അറബ് ഭാഷയെക്കുറിച്ച് പോലും കേവല ധാരണ പോലും ഇല്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തിനെ ഈ രൂപത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. എന്താ കാര്യം? സൂറത്ത് മാഇദയിലുള്ള 12ാമത്തെ ആയത്തുണ്ട്. വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായീല വബഅത്നാ മിൻഹും 12 നഖീബാ വഖാലല്ലാഹു ഇന്നി മഅകും ലഇൻ അഖംതുമുസ് സലാത വആതൈതുമുസ് സകാത വആമൻതും ബിറുസുലി وعزرتموهم وأقرضتم الله قرضا حسنا لأكفر عنكم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل. സൂറത്ത് മാഇദയിലെ 12ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. അതല്ലെങ്കിൽ ആയത്തിന്റെ ശരിയായ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഇൽമിന്റെ അഭാവമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ രൂപത്തിൽ എഴുതാൻ കാരണം. എന്താ? വഖാലല്ലാഹ്, അല്ലാഹു പറയുന്നു, ഇന്നി മഅകും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ലഇൻ അഖംതും സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയാണ്. ഇത് രണ്ടും രണ്ടാ. വഖാലല്ലാഹു ഇന്നി മഅകും, അല്ലാഹു പറയുന്നു, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ആ ഭാഗം, ആ വിഷയം അവിടെ തീർന്നു. ലഇൻ അഖംതുമുസ് സലാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും വആതൈതുമുസ് സകാത്ത, നിങ്ങൾ സകാത്ത് കൊടുക്കുകയും വആമൻതും ബിറുസുലി, നിങ്ങൾ എന്റെ മുർസലീങ്ങളെ വിശ്വസിക്കുകയും വഅസ്സർതുമൂഹും, നിങ്ങൾ അവരെ സഹായിക്കുകയും വഅഖറൽതുമുല്ലാഹ ഖർളൻ ഹസന, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നല്ല രീതിയിൽ ചെലവഴിക്കുകയും ചെയ്താൽ ലഉകഫിറ അൻകും സയ്യിആതികും, നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് ഞാൻ. അറബ് ഭാഷ അറിയുന്നവർക്കറിയാം, നഹ്വ് അറിയുന്നവർക്കറിയാം. ലഇൻ അഖംതുമുസ് സലാത്ത എന്നുള്ളത് ശർത്തിയ ജുംലയാണ്. അത് ഷർത്താ. ആ ഷർത്തിന്റെ ജവാബ് ലഉകഫിറ അൻകും സയ്യിആതികും എന്നുള്ളതാണ്. ലഉകഫിറ അൻകും സയ്യിആതികും. എല്ലാ തഫ്സീറുകളും ഈ രൂപത്തിൽ പറയുന്നു. ഇവിടെ എന്താ നൂർഷക്കാർ ചെയ്തത്? സാക്ഷാൽ നൂർഷാത്തങ്ങൾ തങ്ങൾക്കങ്ങനെ അബദ്ധം പറ്റിയെങ്കിൽ ശരി, ഖലീഫമാർ തിരുത്തി കൊടുക്കണ്ടേ? അഹമ്മദത്തെ തെരീഖ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോ, 70കളിൽ പരിഭാഷപ്പെടുത്തിയപ്പോ അഹമ്മദത്തെ തെരീഖയിൽ ഈ അബദ്ധം ആവർത്തിച്ചു. ഇന്ന് വരെ തിരുത്തിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ അർത്ഥത്തിന്, ഈ വ്യാഖ്യാനത്തിന് ഏത് തഫ്സീറാണത്? അതല്ലെങ്കിൽ നഹ്വ് ഭാഷയോട് എത്രമാത്രം നീതി പുലർത്തിക്കൊണ്ടാണ് നിങ്ങളുടെ വിശദീകരണമുള്ളത്? അറബ് ഭാഷയുടെ ഗ്രാമർ നിയമങ്ങൾ, നഹ്വ് നിയമങ്ങൾ, ആ നഹ്വ് നിയമങ്ങൾ പരിഗണിക്കണ്ടേ? ലഇൻ അഖംതുമുസ് സലാത്ത എന്ന് തുടങ്ങുന്ന ജുംലയുടെ ഒരു ഭാഗം കഴിഞ്ഞ ആയത്തിന്റെ ഭാഗത്തേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്നി മഅകും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ലഇൻ അഖംതുമുസ് സലാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തുന്നെങ്കിൽ എന്ന് തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ദാത്തിയായ ആയത്ത് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി. ഇതാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമില്ലെങ്കിൽ അബദ്ധം പറ്റും, ഇൽമില്ലെങ്കിൽ അപകടം സംഭവിക്കും. ഈ അപകടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്തൊക്കെ അബദ്ധങ്ങൾ ഞാൻ കൂടുതലായിക്കൊണ്ട് വിശദീകരിക്കുന്നില്ല. ഈ അഹമ്മിയത്തെ തരീഖ എന്ന പുസ്തകത്തിൽ പറയുന്നു. അഹമ്മിയത്തെ തരീഖ ഇങ്ങനെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പുസ്തകത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ പരിശോധിക്കുമ്പോ ധാരാളമായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അവസാനത്തെ ഇരുത്തത്തിൽ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ താഴെ വിവരിക്കും പ്രകാരമായിരിക്കൽ നിർബന്ധമാകുന്നു. നിസ്കരിക്കുന്നവന്റെയും നമസ്കരിക്കുന്ന ഇടത്തിന്റെയും മധ്യേ അല്ലാഹു ഒഴിച്ച് മറ്റൊന്നും ഉണ്ടാവരുത്.
അവന്റെ ശിരസ് അഥവാ മുഖം കഅബയുടെ ഭാഗത്തേക്ക് തിരിയുമ്പോൾ ഹൃദയം ആ കഅബയുടെ റബ്ബിന്റെ തിരുസന്നിധിയിലേക്ക് തിരിഞ്ഞിരിക്കണം. ധാരാളം അബദ്ധങ്ങൾ ഉണ്ടാകും, ഞാൻ വിശദീകരിക്കുന്നില്ല. കൈകളെ ഉയർത്തുമ്പോൾ അത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള രക്ഷയും അനുഗ്രഹവും പിടിക്കാനായിരിക്കണം. കാരണം അല്ലാഹു കൂടെ ഉണ്ട് എന്നല്ലേ വിശ്വാസം. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തുമ്പോൾ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് കെട്ടുമ്പോൾ അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹങ്ങളും അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള രക്ഷയും അനുഗ്രഹവും പിടിക്കാനായിരിക്കണം കൈ ഉയർത്തേണ്ടത്. ശിരസ് താഴ്ത്തുമ്പോൾ അല്ലാഹുവിന്റെ തിരുസന്നിധിയിലേക്കും ഉയർത്തുമ്പോൾ അവനെ ദർശിക്കാനുമായിരിക്കണം. കാരണം അല്ലാഹുവിനെ മുന്നിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ശിരസ് താഴ്ത്തുമ്പോ തിരുസന്നിധിയിലേക്ക്, ശിരസ് താഴ്ത്തുമ്പോൾ അല്ലാഹുവിന്റെ തിരുസന്നിധിയിലേക്കും ഉയർത്തുമ്പോൾ അവനെ ദർശിക്കാനുമായിരിക്കണം. അവസാനത്തെ ഇരുത്തത്തിൽ കൂടെ കൂട്ടുകാരനുണ്ടെങ്കിൽ അഥവാ അല്ലാഹു ഉണ്ടെങ്കിൽ, കൂടെ കൂട്ടുകാരനുണ്ടെങ്കിൽ അഥവാ അല്ലാഹു ഉണ്ടെങ്കിൽ, അഥവാ അത്തഹിയ്യാത്തിലിരിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് കൂടെ ഇരിക്കുന്നു എന്ന ആ രീതിയിലാണ് ഇരിക്കേണ്ടത്. അഹമ്മിയത തരീഖയുടെ തന്നെ 22-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഒടുവിലത്തെ ഇരുത്തത്തിൽ അത്തഹിയ്യാത്ത് ഓതൽ ഫർളാണെങ്കിൽ തരീഖത്തനുസരിച്ച് അല്ലാഹുവോട് ഒന്നിച്ച് ഇരിക്കലും അഥവാ മഅയ്യത്ത്, അവൻ കൂടെ ഉണ്ടായിരിക്കലെന്ന അവസ്ഥ പ്രാപിക്കൽ ഫർളാകുന്നു. അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഒപ്പം അല്ലാഹുവിന്റെ കൂടെ ഇരിക്കും എന്ന വിശ്വാസമാണ് ഉണ്ടാവേണ്ടത്. മാത്രമല്ല അഹമ്മിയത തരീഖയിൽ തന്നെ പറയുന്നു, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ടെങ്കിൽ സലാമിൽ സംഭാഷണം അഥവാ ഹൃദയം കൊണ്ട് അവനോടായിരിക്കണം. സലാമിൽ സംഭാഷണം അല്ലാഹുവിനോടായിരിക്കണം. അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുന്നത് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടുന്ന കൂടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അല്ലാഹുവിനോടായിരിക്കണം. എന്താ പ്രശ്നം? അസ്സലാമു അലൈക്കും, അല്ലാഹുവിന്റെ സലാം ഇങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ടതിന് പകരം അല്ലാഹുവിന്റെ സലാം പ്രതീക്ഷിക്കേണ്ടതിന് പകരം അല്ലാഹുവിനോട് സലാം പറയുക. അല്ലാഹുവേ നിനക്ക് സലാം ഉണ്ടാവട്ടെ. കാരണം തരീഖത്തൊക്കെ സ്വീകരിച്ച് അഴലാമർത്തിലേക്ക് എത്തിയ ആളാണ്. അപ്പൊ അസ്സലാമു അലൈക്കും, അല്ലാഹുവേ നിനക്ക് സലാം ഉണ്ടാവട്ടെ. ഇതൊക്കെ എന്ത് ഇസ്ലാം? ഇതാണോ തരീഖത്ത്? മഹാന്മാരായ സഹാബിമാരെ കുറിച്ച്, അതുപോലെ തന്നെ ഖുർആന്റെ തഫ്സീറുകളെ കുറിച്ച്, ഖുർആന്റെ തഫ്സീറുകൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് അഹ്ലു തരീഖയിൽ നിന്നാണ് ഖുർആന്റെ തഫ്സീറുകൾ സ്വീകരിക്കേണ്ടത്. തരീഖത്തിന്റെ ആളുകളിൽ നിന്നാണ് ഖുർആന്റെ തഫ്സീറുകൾ സ്വീകരിക്കേണ്ടത്. അഹമ്മിയത തരീഖയിൽ വായിച്ചുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഖുർആന്റെ തഫ്സീറുകൾ സ്വീകരിക്കേണ്ടത് അത് തരീഖത്തിന്റെ അഹ്ലുകാരിൽ നിന്നാണ്. ഇതിന്റെ 13-ാമത്തെ പേജ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് മാനദണ്ഡമാണ് തരീഖത്തിന്റെ അഹ്ലുകാരിൽ നിന്നാണ് ഖുർആൻ തഫ്സീറുകൾ സ്വീകരിക്കേണ്ടത് എന്ന് നിങ്ങൾ എഴുതുമ്പോ എന്താണതിന് തെളിവ്? ഇസ്ലാമിക ലോകത്ത് രചിക്കപ്പെട്ടുള്ള ആയിരക്കണക്കിന് തഫ്സീർ ഗ്രന്ഥങ്ങൾ, ഈ തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ശരീഅത്തിന്റെ ഉലമാ, ശരീഅത്തിന്റെ ആലിമീങ്ങൾ ധാരാളം തഫ്സീർ ഗ്രന്ഥങ്ങൾ രചിക്കുകയും നൂറ്റാണ്ടുകളായിക്കൊണ്ട് ആ തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു വരികയും ചെയ്യും. എന്നാൽ അഹ്ലു തരീഖയിൽ നിന്നാണ് തഫ്സീർ സ്വീകരിക്കേണ്ടത്, ഖുർആൻ പഠിക്കേണ്ടത് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഹ്ലു തരീഖയിൽ നിന്നാണ് ഖുർആൻ സ്വീകരിക്കേണ്ടത്, തഫ്സീർ സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നതിനുള്ളത്? ഇങ്ങനെ ഒരുപാട് ധാരാളം അബദ്ധങ്ങൾ, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അബദ്ധം. പരിശുദ്ധ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് വഹാബികളാൽ എതിർക്കപ്പെടുന്ന മദദ് സ്വീകരിക്കുക, സഹായം തേടുക പോലെയുള്ള വഹാബികൾ പറയുന്നതൊക്കെ ശിർക്കാണ്. എന്നാൽ നൂർഷാത്തങ്ങൾ പറയുന്നു ശിർക്കാണെന്ന് പറയേണ്ട, ശരീഅത്ത് അംഗീകരിക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ മതി. സഹാബിമാരെ കുറിച്ച് അഹമ്മിയത്തെ തരീഖ എന്ന ഈ പുസ്തകത്തിന്റെ 13-ാമത്തെ പേജിൽ മഹാന്മാരായ സഹാബിമാരെ കുറിച്ച് പറയുന്നു, സഹാബിമാർ അറബ് ഭാഷയിൽ നിപുണന്മാരാണ്. അറബ് ഭാഷ നന്നായി അറിയുന്നവരാണ് സഹാബിമാർ. എന്നാൽ
ഖുർആനിന്റെ യഥാർത്ഥ ആശയങ്ങളെ അത്ര തന്നെ മനസ്സിലാക്കാത്തവരാണ് സഹാബിമാർ. ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ ഞാൻ ഈ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ ഇല്ലാത്തത് പറയുകയാണെന്ന്? ഉണ്ടെങ്കിൽ വരൂ, നിങ്ങൾ വിശദീകരിക്കൂ. ഞാൻ പറഞ്ഞല്ലോ, അഹങ്കാരത്തിന്റെ ഭാഷയിലല്ല, എതിർപ്പിന്റെ സ്വരത്തിലല്ല. ഇത്തരം അബദ്ധങ്ങളുടെ കലവറയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നൂർ ഷാത്തരിയപ്പറ്റി. സഹാബിമാർക്ക് അറബ് ഭാഷ നന്നായി അറിയാം, പക്ഷേ ഖുർആനിന്റെ ആശയങ്ങൾ അത്ര തന്നെ അവർക്കറിയില്ല. അഹമ്മിയത്തെ തരീഖ 13-ാമത്തെ പേജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സഹാബിമാരെ നിങ്ങൾ കുറക്കരുത്, എന്റെ സഹാബിമാരെ നിങ്ങൾ കുറച്ച് കാണരുത്. കാരണം നിങ്ങൾ ഉഹദ് മലയോളം ചെലവഴിച്ചാലും അവർ ചെലവഴിച്ച ഒരു മുദ്ദിന്റെ, അതല്ലെങ്കിൽ ഒരു മുദ്ദിന്റെ പകുതിയോളം പോലും അതെത്തുകയില്ല. അത്രത്തോളം ഈമാനിൽ കാമിലീങ്ങളാണ് മഹാന്മാരായ സഹാബിമാർ. എന്റെ സഹാബിമാരെ നിങ്ങൾ കുറക്കരുത്. ഇവര് 4 താലീം ക്ലാസുകളിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് അസ്റാറിന്റെ ഇൽമുകളൊക്കെ കിട്ടി. ശരീഅത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഫിഖ് മസലകൾ ഒന്നും അറിയില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഒരുപാട് അസ്റാറിന്റെ ഇൽമുകളൊക്കെ കിട്ടി എന്ന ധാരണയോടുകൂടി നടക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം. സഹാബിമാരെ കുറിച്ച് ഈ രൂപത്തിൽ പറയുമ്പോ അതെന്ത് ഇസ്ലാമാണ്, എന്ത് തരീഖത്താണ്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം അബദ്ധങ്ങൾ ധാരാളമായി പറയാം. അൽ ഇർഫാൻ എന്ന പേരിലുള്ള മാസികയാണ് ഇത്. നൂർഷക്കാരുടെ മാസികയാണ് അൽ ഇർഫാൻ. അൽ ഇർഫാൻ മാസിക ഇത് ഈ ഏപ്രിൽ മാസത്തെ അൽ ഇർഫാനാണ്. ഏപ്രിൽ മാസത്തെ അൽ ഇർഫാൻ. ഈ അൽ ഇർഫാനിൽ പറയുന്നുണ്ട്, നൂർ ഷാ തങ്ങൾ കേരളത്തിൽ വരുന്നതിന് മുമ്പ് തൗഹീദിന്റെ ഇൽമ് കേരളത്തിൽ അത്ര തന്നെ ഇല്ലായിരുന്നു. എന്താ കഥ? നൂർ ഷാ തങ്ങൾ കേരളത്തിൽ വരുന്നതിന് മുമ്പ് തൗഹീദിന്റെ ഇൽമ് കേരളത്തിൽ ഇല്ലായിരുന്നു. നൂർ ഷാ തങ്ങൾ വന്നതെന്ന് 1950-കളിൽ, 50ന്റെ ശേഷം. അതിനു മുമ്പ് കേരളത്തിൽ തൗഹീദിന്റെ ഇൽമില്ല. എങ്ങനെ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ അംഗീകരിക്കാൻ സാധിക്കും? മഹാന്മാരായ സഹാബിമാരാൽ ഇസ്ലാം പ്രചരിച്ച നാടല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ കേരളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം എത്തി എന്നല്ലേ ഇസ്ലാമിന്റെ പാരമ്പര്യം? കൊടുങ്ങല്ലൂരുടെ ചേരമാൻ പള്ളി, കാസർകോട്ടെ മാലിക് ദീനാർ പള്ളി, ഇങ്ങനെ ധാരാളം പള്ളികൾ സഹാബിമാരാൽ നിർമ്മിക്കപ്പെട്ട പള്ളികളല്ലേ? ഹിജ്റ 5 തന്നെ കേരളത്തിൽ ഇസ്ലാമിന്റെ സാന്നിധ്യമുണ്ട് നബി തങ്ങളുടെ വഫാത്തിന് മുമ്പ് തന്നെ. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ, ഞാൻ സാധാരണക്കാരെ അല്ല പറയുന്നത്, ഞാൻ പറഞ്ഞില്ല അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അവരെ നമ്മൾ ഒരു ഉളുപ്പുമില്ലാതെ എഴുതി 1900 ശതങ്ങൾ വരുന്നതിന് മുമ്പ് കേരളത്തിൽ തൗഹീദിന്റെ ഇൽമില്ല. എന്താ തൗഹീദിന്റെ ഇൽമി? നുണങ്കുപ്പായ. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ അയൽവക്കക്കാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ പരിചയക്കാർ, അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അവർ സാധുക്കളാണ്, അവർ പഴക്കാനും വേണ്ടി ഇതിൽ കൂടിയവരല്ല. എങ്ങനെയെങ്കിലും അള്ളാന്റെ പൊരുത്തം കിട്ടുന്നതിൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് കരുതിക്കൊണ്ടതിൽ കൂടിയവരാണ്. പല ആളുകളും പറയുന്നത് കേട്ടിട്ടില്ലേ, പഠിക്കുന്ന കാലത്ത് കൂടുതലൊന്നും പഠിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നന്നാവണം, അള്ളാന്റെ പൊരുത്തം വേണം, ഇൽമൊന്നുമില്ല. ഇങ്ങനെ നല്ല മനസ്സിന്റെ ഉടമകളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ നാട്ടിൽ തരീഖത്തുകാർ. അവർക്ക് എങ്ങനെങ്കിലും അള്ളാന്റെ പൊരുത്തം വേണം, സ്വർഗം വേണമെന്ന ആഗ്രഹമാണ് അവരെ ഈ തരീഖത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അവരോടാണ് നമ്മൾ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ തെരഞ്ഞെടുത്ത മാർഗം ശരിയല്ല, ഇത്തരം അബദ്ധങ്ങൾ. നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഇതിനൊക്കെ എന്താണ് മാനദണ്ഡം? 100 ശതങ്ങൾ കേരളത്തിൽ വരുന്നതിന് മുമ്പ് തൗഹീദിന്റെ ഇൽമ് കേരളത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ മമ്പ്രന്തങ്ങൾക്ക് തൗഹീദിന്റെ ഇൽമില്ല. കാരണം അന്ന് തെർബിയത്ത് ക്യാമ്പില്ലല്ലോ. ഉമർക്കാലത്ത് തൗഹീദിന്റെ ഇൽമില്ല, കാരണം അന്ന് തെർബിയത്ത് ക്യാമ്പില്ലല്ലോ. പൊന്നാനിയിലെ ജയ്ദുൻ ബനുദ്ദീൻ മഖ്ദൂമിന് തൗഹീദിന്റെ ഇൽമില്ല, കാരണം അന്ന് തെർബിയത്ത് ക്യാമ്പും സിൽസിലാനൂരും ഇല്ലല്ലോ. എത്ര ആലിമ്യങ്ങളും സൂഫികളും ഇവിടെ കഴിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട കണ്ണിയത്തുസാദിന് ഒരു തൗഹീദും അറിയില്ല, ഒരു തൗഹീദും കണ്ണിയത്തുസാദിനും അറിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരം അബദ്ധങ്ങളെ തിരിച്ചറിയണം, ഇത്തരം അബദ്ധങ്ങളെ തിരിച്ചറിയണം. ഇതിൽ ഇങ്ങനെ അബദ്ധങ്ങൾ ധാരാളം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ പുതിയ അൽ ഇർഫാൻ. ഇതിന്റെ 20-ാമത്തെ പേജ്.
ഈ 20ാമത്തെ പേജിൽ ഔലിയാക്കന്മാരെ കുറിച്ച് പറയുന്ന ഭാഗത്തൊക്കെ വലിയ എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് സിദ്ധന്മാർ. വലിയന്റെ പരിഭാഷ സിദ്ധന്മാർ. ഇതെന്ത് തരീക്കത്താ കുറച്ചോനെ? വലിയ അതിന്റെ പരിഭാഷ, അതിന്റെ അർത്ഥം സിദ്ധന്മാർ. നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാർ പറയുകയാണെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു. നമ്മുടെ നാട്ടിലെ വഹാബികൾ പറയുകയാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാമായിരുന്നു. വലിയ സിദ്ധന്മാർ, ഇതൊരു സുന്നിയുടെ ഭാഷയാണ്. ഇത് വലിയ സിദ്ധൻ, ഇതൊരു സുന്നിയുടെ ഭാഷയാണ്. ഇതൊരു വിവരമുള്ളവന്റെ ഭാഷയാണ്. ഇതൊരു തരീഖത്തുകാരന്റെ ഈ പരാമർശം എത്ര കണ്ട് യോജിക്കും? എന്താ സിദ്ധൻ? ആരാണ് സിദ്ധൻ? മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു, മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു, മഹാനായ അജ്മീർ ശൈഖ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മഹാന്മാരായ ഔലിയാക്കന്മാർ, മഹാനായ തൃപ്പരച്ച് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇങ്ങനെയുള്ള ഈ ഔലിയായിനെ കുറിച്ച് സിദ്ധൻ എന്നൊരു പരാമർശം മനസ്സിന്റെ ഉള്ളിൽ ഈമാനിന്റെ കണികയുള്ളവർക്ക് എങ്ങനെ പ്രയോഗിക്കാൻ സാധിക്കും? ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ച്, ആദർശങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയും വിവരവുമില്ലാതെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ ഇത് നല്ല വഴിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആരെങ്കിലും പെട്ടുപോയെങ്കിൽ അവരുടെ വിവരത്തിന് വേണ്ടി ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നു. ഇസ്ലാമിന്റെ അഖീദകൾക്ക് യോജിക്കാത്ത അഖീദകൾ, അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കണം, അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റാത്ത, യോജിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് ഈ നൂർഷക്കാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മോട് പറഞ്ഞു, ഈ തരീഖത്തിൽ അബദ്ധങ്ങളുണ്ട്. കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ പറഞ്ഞല്ലോ, 50കളിൽ ബഹുമാനപ്പെട്ട നൂർഷാത്തങ്ങൾ കേരളത്തിലേക്ക് വന്നപ്പോ അന്ന് നൂർഷാത്തങ്ങളുടെ കൂടെ സമസ്തയുടെ പല ആലിമീങ്ങളും പല വേദികളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്ക് പിന്നീട് കാര്യം മനസ്സിലായി. 70കളിൽ തീരുമാനമെടുത്തു. നാം ആലോചിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു പരാമർശമുണ്ട്. ഒരു മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുന്ന, ഒരു മനുഷ്യന് അഹങ്കാരമുണ്ടാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച്, വമിൻ അബ്വാബിഹി ഹംലുൽ അബാമുല്ലദീന ലിയുമാരിസു അൽ ഇൽമ വലം യതബഹറു ഫീഹി. എന്താ ഇതിന്റെ താല്പര്യം? ശരീഅത്തിനെ കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ പ്രേരിപ്പിക്കും, അവർക്ക് പറഞ്ഞുകൊടുക്കും അലത്തഫക്കുരി ഫീ ദാത്തില്ലാഹി തആല വസിഫാതിഹി, അല്ലാഹുവിന്റെ ദാത്തിനെ കുറിച്ചും സിഫത്തുകളെ കുറിച്ചുമുള്ള ചിന്തകൾ ഇങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകളിലേക്ക് ഇട്ടുകൊടുക്കും. വഫീ ഉമൂരിൻ ലാ യബ്ലുഹാ ഹദ്ദു ഉഖൂലിഹിം, അവർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയാത്ത നല്ല വിവരമുള്ള വിവരസ്ഥന്മാർ മാത്രം കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സാധാരണക്കാരായ ആളുകളിലേക്ക് ഇട്ടുകൊടുക്കും. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പല തെറ്റായ വിശ്വാസങ്ങളും അവർക്കുണ്ടാകും. ആ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് യസീറു അഹദുഹും ബിഹാ കാഫിർ ഔ മുബ്തദിഅ, അള്ളാഹുവിനെ കുറിച്ചുള്ള തെറ്റായ വിശ്വാസങ്ങളുടെ കാരണത്താൽ ഒരുപക്ഷേ ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും, അതല്ലെങ്കിൽ മുബ്തദിഅ ആകും. പക്ഷേ വഹുവ ബിഹി ഫരിഹും മസ്റൂറുൻ, അവൻ വലിയ സന്തോഷത്തിലായിരിക്കും. കാരണം എന്താ? ബിമാ വഖഅ ഫീ സദ്രിഹി യظن ذلك هو المعرفة والبصيرة, അവൻ കരുതും ഇത് തന്നെയാണ് മഅരിഫത്ത്. ഇതാണ് നൂർഷാത്തിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകളെ തർബിയത്ത് ക്യാമ്പുകളിലും തഅലീമുകളിലും പങ്കെടുപ്പിച്ചുകൊണ്ട് നിസ്കരിക്കാൻ അറിയില്ല, നിസ്കാരത്തിന്റെ ഷർത്തുകളെക്കുറിച്ചും ഫർളുകളെക്കുറിച്ചും അറിയില്ല, ഉളൂന്റെ മസല അറിയില്ല. പക്ഷെ അല്ലാഹുവിന്റെ ദാത്ത് സിഫാത്തിനെ കുറിച്ച് ഒരിക്കലും സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത, വഴിപിഴച്ചു പോകാൻ ധാരാളം സാധ്യതയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തുകൊണ്ട്, ഞങ്ങളിപ്പോ വലിയ ആരിഫ്യങ്ങളായിട്ടുണ്ട്, ഞങ്ങൾക്ക് വലിയ ഫയലാനുണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് കശ്ഫിന്റെ മർത്തബെത്തിയിട്ടുണ്ട്, നിങ്ങളൊക്കെ ശരീഅത്തിന്റെ ആളുകാരാണ്, നിങ്ങൾക്കൊന്നും അല്ലാഹുവിന്റെ ദാത്ത് സിഫാത്തിനെ കുറിച്ചുള്ള കശ്ഫും ഫയലാനും നിങ്ങൾക്കില്ല, അതൊക്കെ ഞങ്ങൾക്കാകുന്നു എന്ന ഈ അഹങ്കാരം, എന്ന ഈ തോന്നൽ, ഇത്തരം തോന്നലുകൾ സാധാരണക്കാരായ ആളുകൾ ഉണ്ടാവുകയും അതുമൂലം വഴിപിഴച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഈ പ്രസ്ഥാനത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ പറഞ്ഞ കാര്യം, ഇത് പഴച്ച പ്രസ്ഥാനമാണ്,
ഇത് ഹക്കായ ത്വരീഖത്തല്ല എന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ പറഞ്ഞെങ്കിൽ അവരുടെ ഈ ത്വരീഖത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ തീർത്തും ആ കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അഹമ്മദത്തെ ത്വരീഖയെക്കുറിച്ചും അതുപോലെ തന്നെ അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ചും കേരള സിൽസില നൂറിയ ഖുലഫാത്ത് നിയമങ്ങളും ചട്ടങ്ങളും എന്ന മറ്റൊരു പുസ്തകമുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അവരുടെയും ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമിന്റെ പ്രഭാഷണം ഇവിടെ വരാനുണ്ട്. അതിനൊന്നും ഒരിക്കലും സമയം നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് കുറ്റപ്പെടുത്തലായിക്കൊണ്ട് ആക്ഷേപമായിക്കൊണ്ട് ഒരാളും കാണരുത്. അതൊരിക്കലും നമ്മുടെ ഉദ്ദേശമല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായി കൊണ്ടുവന്ന വിശദീകരണങ്ങളും മറുപടിയും ഉണ്ടെങ്കിൽ ഈ ത്വരീഖത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയട്ടെ, ഞങ്ങൾക്ക് അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി കൊണ്ടൊരു ബന്ധവുമില്ല എന്ന്. ഞങ്ങൾക്ക് അഹമ്മദിയത്തെ ത്വരീഖയുമായൊരു ബന്ധവുമില്ല എന്ന് പറയട്ടെ. ഞങ്ങൾക്ക് അൽ ബുർഹാനുമായി കൊണ്ടൊരു ബന്ധവുമില്ല, ഞങ്ങളത് പിൻവലിച്ചിരിക്കുന്നെന്ന് പറയട്ടെ. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അല്ലാത്ത പക്ഷം ഈ ത്വരീഖത്തിന്റെ വിശ്വാസങ്ങൾ, ഇതിന്റെ നടപടിക്രമങ്ങൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സത്യം മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിന്റെ ഭാഗത്ത് അടിയുറച്ചു നിൽക്കാൻ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.